ഗുഡ് മോർണിംഗ് വൈബ്സ് വീണ്ടും ആരംഭിക്കുകയാണ്. മോർണിംഗ് വൈബ്സ് ഈ കുറച്ച് ഫുട്ബോൾ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്ന് ചേരുന്നത്. ഇന്ന് നമ്മളുള്ളത് ഈ തിരുവനന്തപുരത്ത് ഒരു തീരദേശത്തിന്റെ ഫുട്ബോൾ പ്രതീക്ഷകളുമായി ഒരുപാട് കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന കോവളം എഫ് സിയുടെ ക്യാമ്പിലാണ്. കോവളം എഫ് സി, കോവളം ഫുട്ബോൾ ക്ലബ്ബ്, നമുക്കറിയാം കേരള പ്രീമിയർ ലീഗിൽ കളിക്കുന്ന സംഘമാണ്. ആ സംഘത്തിന്റെ കാഴ്ചകൾ വിശേഷങ്ങളൊക്കെയാണ് നമ്മളുള്ളത്. കോവളം എഫ് സി ടീമിനൊപ്പം നമ്മൾ മോർണിംഗ് വൈബ് ചേരുന്നു. അപ്പൊ എല്ലാവരും രാവിലെ തന്നെ സജീവമാണ്. ഇന്ന് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരമുണ്ട് ഇന്ന് ISL-ൽ. അപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം അത് ചെന്നൈയിൻ എഫ് സിക്കെതിരെ ചെന്നൈയിലാണ്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കണം. നമുക്ക് കോവളം എഫ് സിയുടെ കോച്ച് എബിൻഡ്രോസ് ഒക്കെ നമ്മളൊപ്പം ചേരും. ഒപ്പം തന്നെ നമുക്ക് ഇവരോടൊക്കെ ഇവരുടെ ഫുട്ബോൾ ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ ഒക്കെ ചോദിക്കാം. ഇവർക്ക് ഒരു ചെറിയ ഫുട്ബോൾ മത്സരം നമുക്ക് വേണ്ടി കളിക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. എല്ലാം നമുക്ക് പങ്കുവെക്കാം. അപ്പോൾ ഒരു മിനിറ്റ്. അപ്പോ ഫുട്ബോൾ എഫ് സി, കോവളം എഫ് സിന്റെ വിശേഷങ്ങളിലൊക്കെ എത്തുമ്പോൾ ഞാൻ ആദ്യം രണ്ടുപേരൊന്ന് പരിചയപ്പെടുത്തത്. ഇത് സിനാനാണ്. സിനാൻ ഇവിടുത്തെ ജൂനിയർ ടീമിന്റെ കോച്ചാണ്. അപ്പൊ തന്നെ മറ്റൊരു കോച്ചാണ് ബെനിസ്റ്റൻ. ഇവർ രണ്ടുപേരും ചേർന്ന് കുഴപ്പമൊന്നുമില്ല. അപ്പോ ഇവർ രണ്ടുപേരും നമുക്ക് ആദ്യം പറഞ്ഞു തരും. പിന്നാലെ എബിൻഡോസ് നമ്മുടെ ഫുട്ബോളർ ചേരുകയും ചെയ്യും. അതും സിനാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കോവളം എഫ് സിയിൽ എത്ര പേരുണ്ട് ഇവിടെ? ഐ മീൻ പഠിക്കുന്ന ട്രെയിനിങ് നടക്കുന്നത്? നമുക്ക് ജൂനിയർ പ്ലേയേഴ്സ് ആയിട്ട് നമുക്ക് 30 അവിടെ ഹോസ്റ്റലിൽ നിൽക്കുന്നത് 30 പ്ലേയേഴ്സ് ഉണ്ട്. പിന്നെ നമുക്കിവിടെ അക്കാഡമിയിലായിട്ട് 10-30 കുട്ടികൾ വേറെ വരുന്നുണ്ട്. പിന്നെ സീനിയർ പ്ലേയേഴ്സ് അതുപോലെ തന്നെ 30 കുട്ടികൾ ഉണ്ട്. ഓക്കെ അങ്ങനെയാണല്ലേ. ശരി. അപ്പോ ഇത് പതിവായിട്ട് എങ്ങനെയാ? വൈകുന്നേരങ്ങളല്ലേ പ്രാക്ടീസ്? അത് രാവിലെയും ചെയ്യാറുണ്ടോ? നമുക്ക് എക്സാം ഇല്ലാത്ത സമയങ്ങളിലൊക്കെ രാവിലെ ആക്ടിവിറ്റി ഉണ്ടാവാറുണ്ട്. ഇപ്പൊ എക്സാം കുട്ടികൾക്കുള്ളതുകൊണ്ട് രാവിലത്തെ ഷെഡ്യൂൾ നമ്മൾ ഈവനിങ്ങിലോട്ടാണ് മാറ്റിയിട്ടുള്ളത് അല്ലെ? ശരി. അപ്പൊ എന്താണെങ്കിലും നമുക്കറിയാവുന്ന പോലെ കോവളം എഫ് സിയിലെ ഒരുപാട് കാഴ്ചകളിലേക്കൊക്കെ വരാനുണ്ട്. ഞാൻ എന്താണെങ്കിലും സ്റ്റുഡിയോയിലേക്ക് ഒന്ന് പോവുകയാണ്. അവിടെ വാർത്തകൾ അതിവേഗത്തിൽ വായിക്കാനായി നമ്മോടൊപ്പം അശ്വതി ചേരും. അശ്വതി, ഗുഡ് മോർണിംഗ്. ഞാൻ ഈ ഫുട്ബോളിന്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കോവളത്താണുള്ളത്. കോവളത്ത് സാധാരണ ഈ കോവളം എഫ് സി ഈ കോവളം തീരത്തോട് ചേർന്ന് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ബീച്ചിന്റെ അടുത്താണെന്നൊക്കെ വിചാരിക്കുക. അവിടെയല്ല. സോറി, സുബിയാണ് ചേരുന്നത് കേട്ടോ. അപ്പൊ സുബി, ഗുഡ് മോർണിംഗ്. സുബി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾക്ക് സ്ഥിരം കാണാൻ വേണ്ടി കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ പോകുന്ന ആളുമാണ്. അപ്പൊ ഫുട്ബോളിനോട് കമ്പമൊക്കെ ഉണ്ടാവല്ലോ. അപ്പൊ ഈ കോവളം എഫ് സിന്റെ മത്സരം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് കേരള പ്രീമിയർ ലീഗിൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഇവരുടെ ഒരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ, പ്രിപ്പറേഷൻസ് ഒക്കെ കാണാൻ വരികയാണ്. ഇവിടെ ഇതൊരു വലിയ ക്യാമ്പസാണ്. ഇവിടെ ഹോസ്റ്റല് സൗകര്യങ്ങൾ, ബസ് ഒക്കെയുണ്ട്. ഒരു വലിയ എന്താ പറയാ, ഒരു ഫുട്ബോളിന് പറ്റിയ ഒരു ട്രെയിനിങ് ഗ്രൗണ്ടായി തന്നെ നമുക്ക് കാണണം ഈ കോവളം എഫ് സിയുടെ പ്രയത്നങ്ങളെ. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് എത്തുന്നത്. എന്താണെങ്കിലും ഈ വാർത്തകൾ ഉണ്ടല്ലോ, ഒരുപാട് വാർത്തകൾ ഇന്ന് നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. നിരവധിയായിട്ടുള്ള ഗൗരവമുള്ള വാർത്തകൾ പ്രതീക്ഷിക്കുന്നു ഈ ദിവസത്തിൽ, കോടതിയിൽ നിന്ന് ഉൾപ്പെടെ. അപ്പോൾ എന്തൊക്കെയാണ് ഈ അതിവേഗത്തിലുള്ള കാഴ്ചകൾ? എൽദോ, മനോഹരമായൊരു പ്രഭാതമാണ് എൽദോ ഇന്ന്. ഒപ്പം തന്നെ നിരവധി വാർത്തകൾ ഉള്ള ദിവസമാണ്. എൽദോ പറഞ്ഞതുപോലെ തന്നെ എഫ് സിയുടെ കോച്ചിങ് സെന്ററിലാണ് ഉള്ളത് എന്നറിയുമ്പോൾ സന്തോഷം തോന്നുന്നു. കുട്ടികളെ കാണുമ്പോൾ ഏറെ സന്തോഷം തോന്നുന്നു. ഏതായാലും സ്പീഡ് ന്യൂസിലേക്ക്. ട്രേഡ് യൂണിയൻ സംഘടനകൾ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദ് ഇന്ന്. സെൻട്രൽ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതൃത്വത്തിലാണ് സമരം. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ബന്ദ്. ബന്ദ് കേരളത്തെ ബാധിക്കില്ല. ഡൽഹി ചലോ മാർച്ചുമായി കർഷകർ മുന്നോട്ട്. കർഷക സംഘടനകളുമായി കേന്ദ്ര സർക്കാർ നടത്തിയ 3ാം ചർച്ചയും പരാജയപ്പെട്ടു. താങ്ങുവില ഉറപ്പാക്കാൻ നിയമനിർമ്മാണം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കർഷകർ. എന്നാൽ ഇക്കാര്യത്തിൽ ഉറപ്പു നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിനായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. പാർട്ടി മത്സരിക്കുന്ന 15 മണ്ഡലങ്ങളിലെയും പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് തയ്യാറാക്കിയേക്കും. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ BJPക്ക് കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥി ഉണ്ടാകില്ലെന്ന് കുമ്മനം രാജശേഖരൻ. ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയും തലസ്ഥാന മണ്ഡലത്തിൽ വരില്ല. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ജനസമ്മതിയുള്ള നേതാവായിരിക്കും രംഗത്തിറങ്ങുകയെന്നും കുമ്മനം രാജശേഖരൻ. വയനാട്ടിലെ ആളെക്കൊല്ലി കാട്ടാനയ്ക്കായുള്ള തെരച്ചിൽ വിഫലമായി തുടരുന്നു. ബേലൂർ മഗ്ന ദൌത്യത്തിൽ പങ്കെടുക്കാൻ കർണാടകയിൽ നിന്നുള്ള വനപാലക സംഘവും വയനാട്ടിലെത്തി. അതിനിടെ ദൌത്യത്തിനായി പ്രത്യേക അധികാരങ്ങളോടുകൂടിയ ഉദ്യോഗസ്ഥരും CCF റാങ്കിലുള്ള ഓഫീസറെയും നിയമിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച ജനപ്രതിനിധികളുടെ യോഗത്തിൽ തീരുമാനമായി.
SFIU അന്വേഷണത്തിനെതിരായ എക്സാലോജിക്കിന്റെ ഹർജിയിൽ കർണാടക കോടതി ഇന്ന് വിധി പറയും. ഉച്ചയ്ക്ക് 2:30-നാണ് വിധി പറയുക. SFIU അന്വേഷണം റദ്ദാക്കണമെന്ന വീണ വിജയന്റെ ആവശ്യം കോടതി തള്ളിയിരുന്നു. അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നതിന് തടസ്സമില്ലെന്ന് പറഞ്ഞ കോടതി അന്വേഷണവുമായി സഹകരിക്കണമെന്ന് വീണ വിജയന് നിർദ്ദേശവും നൽകി. തൃപ്പൂണിത്തുറ സ്ഫോടനത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി നൽകും. ദുരന്തത്തിന് ഇരയായവരാണ് ഹർജി നൽകുക. വെവ്വേറെ ഹർജികളാണ് നൽകുക. മസാല ബോണ്ടിലെ ഫെമ നിയമലംഘനം പരിശോധിക്കാനുള്ള ED സമൻസ് ചോദ്യം ചെയ്ത് തോമസ് ഐസക് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എതിർ സത്യവാങ്മൂലം നൽകിയേക്കും. ED സമൻസ് ചോദ്യം ചെയ്ത് മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഗവർണർക്കെതിരെ തൃശൂരിൽ കരിങ്കൊടി കാട്ടിയവരെ മർദ്ദിച്ച 2 BJP പ്രവർത്തകർ അറസ്റ്റിൽ. ചേറ്റുവ സ്വദേശി വിനീത്, ഏങ്ങണ്ടിയൂർ സ്വദേശി മണികണ്ഠൻ എന്നിവരാണ് അറസ്റ്റിലായത്. മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും ആഞ്ഞടിച്ച് ഗവർണർ. ഒരു വശത്ത് SFIക്കാരുടെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ പറയുകയും മറുവശത്ത് തനിക്ക് സുരക്ഷയൊരുക്കാനും പറയുകയാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിക്ക് പറ്റുന്ന പണി നാടക കമ്പനി നടത്തലാണെന്ന് ഗവർണർ പരിഹസിച്ചു. വയനാട് പുൽപ്പള്ളി സുരഭിക്കവലയിൽ കണ്ട കടുവയെ പിടികൂടണം എന്ന ആവശ്യം ശക്തമാക്കി നാട്ടുകാർ. കടുവയുടെ സാന്നിധ്യം വർദ്ധിച്ചിട്ടും വനംവകുപ്പ് നടപടിയെടുക്കുന്നില്ലെന്നാണ് ആരോപണം. പ്രദേശത്തെത്തിയ വനപാലകരെ നാട്ടുകാർ തടഞ്ഞു. വയനാട്ടിലെ വന്യജീവി ആക്രമണത്തിൽ ജില്ലയിലെ MLA-മാരുമായി ചർച്ച നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിലെ തീരുമാനങ്ങൾ യോഗം വിലയിരുത്തി. വയനാട്ടിലെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് കൽപ്പറ്റയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. ജനങ്ങൾ മരണഭീതിയിൽ കഴിയുമ്പോൾ വയനാട്ടുകാരെ പരിഹസിക്കുന്ന വനം മന്ത്രിയുടെ നിലപാട് അപമാനകരമാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. തൽസ്ഥാനത്ത് തുടരാൻ AK ശശീന്ദ്രൻ അർഹനല്ലെന്നാരോപിച്ച് വനം മന്ത്രിയുടെ കോലം കത്തിച്ചു. സപ്ലൈകോ മുഖേന വിതരണം ചെയ്യുന്ന 13 ഇനം സബ്സിഡി സാധനങ്ങളുടെ വില പരിഷ്കരിക്കാൻ അനുമതി നൽകി മന്ത്രിസഭ. പൊതുവിപണിയിലേതിന്റെ 35% സബ്സിഡി നൽകുന്ന തരത്തിലാണ് വിലകൾ പുതുക്കി നിശ്ചയിച്ചത്. 2014-ലാണ് ഒടുവിൽ സബ്സിഡി സാധനങ്ങളുടെ വില പരിഷ്കരിച്ചത്. പ്രധാനമന്ത്രി മോദി ഇന്ന് ഹരിയാനയിലെ റവാരി സന്ദർശിക്കും. 9750 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും സമർപ്പണവും തറക്കല്ലിടലും നിർവഹിക്കും. ഗുരുഗ്രാം മെട്രോ റെയിൽ, റവാരി എയിംസ് എന്നീ പദ്ധതികളുടെ തറക്കല്ലിടുന്നതിനോടൊപ്പം കുരുക്ഷേത്രയിലെ ജ്യോതിസറിൽ പുതുതായി നിർമ്മിച്ച അനുഭവ കേന്ദ്രവും ഉദ്ഘാടനം ചെയ്യും. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് ഉത്തർപ്രദേശിൽ പ്രവേശിക്കും. രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയും യാത്രയിൽ പങ്കുചേരും. വാരാണസിയിലൂടെയാണ് യാത്ര സംസ്ഥാനത്തേക്ക് കടക്കുന്നത്. പടിഞ്ഞാറൻ ജില്ലകൾ ഒഴിവാക്കി. സിൽവർ ലൈൻ പദ്ധതിക്കായുള്ള ഉദ്യോഗസ്ഥരുടെ ഡെപ്യൂട്ടേഷൻ കാലാവധി നീട്ടി. 205 തസ്തികകൾക്കാണ് 1 വർഷം കൂടി മന്ത്രിസഭായോഗം തുടർച്ചാനുമതി നൽകിയത്. പദ്ധതിക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ ഡെപ്യൂട്ടേഷനാണ് നീട്ടിയത്. VD സതീശനും K സുധാകരനും നയിക്കുന്ന സമരാഗ്നി യാത്ര ഇന്നും മലപ്പുറത്ത് പര്യടനം തുടരും. കോൺഗ്രസ് കേന്ദ്ര നേതാക്കളായ സൽമാൻ ഖുർഷിദ്, മുഹമ്മദ് അസറുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുക്കും. കഴിഞ്ഞ ദിവസം യാത്രയ്ക്ക് അരീക്കോടും മലപ്പുറത്തും സ്വീകരണം നൽകി കോൺഗ്രസ് പ്രവർത്തകർ. മുജാഹിദ് 10ാം സംസ്ഥാന സമ്മേളനം മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്ത് പലസ്തീൻ എംബസി പൊളിറ്റിക്കൽ ആൻഡ് മീഡിയ കൌൺസിലർ ഡോക്ടർ അബ്ദുൾ റസാഖ് അബുജസർ. അവശത അനുഭവിക്കുന്ന ഫലസ്തീൻ ജനതയ്ക്ക് ഇന്ത്യയും കേരള സംസ്ഥാനവും നൽകുന്ന സ്നേഹവും പിന്തുണയും ഐക്യദാർഢ്യവും ആവേശകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സമഗ്ര പരിഷ്കരണത്തിന് വഴിയൊരുക്കുന്ന ബജറ്റ് പാസാക്കി മലപ്പുറം നഗരസഭ. പരാതിയുമായി ഓഫീസിലെത്തുന്നവർക്ക് പ്രത്യേക കൌണ്ടറുകൾ വഴി പായസം നൽകുന്ന പരാതി നൽകൂ പായസം തരാം പദ്ധതി ഉൾപ്പെടെയാണ് ബജറ്റിലുള്ളത്. മുനിസിപ്പൽ തല പൊതുമേഖലാ സ്ഥാപനം, വലിയങ്ങാടി ഹെറിറ്റേജ് സ്ട്രീറ്റ് രാത്രികാലങ്ങളിൽ സമയം ചെലവഴിക്കുന്നതിനും ഭക്ഷണം ഉൾപ്പെടെ ലഭ്യമാക്കുന്ന നൈറ്റ് ലൈഫ് കോർണറുകൾ എന്നിവയും ബജറ്റിലുണ്ട്.
ഈ വർഷത്തെ മഹാരാഷ്ട്രീയൻ ഓഫ് ദി ഇയർ പുരസ്കാരം റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സ് ഡയറക്ടർ ഇഷ അംബാനിക്ക്. മാധ്യമ സ്ഥാപനമായ ലോക്മത്താണ് ഇന്ത്യ ബിസിനസ് വുമൺ അവാർഡ് ഏർപ്പെടുത്തിയത്. പുരസ്കാര നേട്ടം റിലയൻസ് കുടുംബത്തിന് സമർപ്പിക്കുകയാണെന്ന് ഇഷ അംബാനി അറിയിച്ചു. വീണ്ടും സ്വാഗതം മോർണിംഗ് വൈബ്സിലേക്ക്. മോർണിംഗ് വൈബ്സ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കോവളം FC-യുടെ ട്രെയിനിങ് സെന്ററിലാണ്, അവരുടെ ക്യാമ്പിലാണ് ഉള്ളത്. ഈ കോവളം FC-യുടെ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ പങ്കുവച്ച് വരികയായിരുന്നു സിനൻ. ഇവിടുത്തെ പരിശീലകർ ഒരാളാണ്. സിനൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം തന്നെ ബെനിസ്റ്റനും നമ്മോടൊപ്പം. അവിടെ ബെനിസ്റ്റൻ തിരക്കിലാണ്. അവിടെ കുട്ടികൾക്ക് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് വളരെ കർക്കശക്കാരനായിട്ടുള്ളൊരു കോച്ചാണ് തോന്നുന്നത്. ബെനിസ്റ്റൻ ചിരിക്കുന്നു. അപ്പം എന്നാലും സിനൻ, നമുക്കിന്ന് ഈ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ, ഈ എത്ര സംവിധാനങ്ങൾ ഉണ്ട് പ്രധാനമായും നമുക്കിവിടെ? ഇതിനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇത്രയും കുട്ടികളെ ഒരുമിച്ച് ട്രെയിനിങ് നടത്താന്ന് പറഞ്ഞാൽ എളുപ്പമല്ലല്ലോ. നമുക്കിവിടെ കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും, അഥവാ കാസർഗോഡ് മുതൽ തിരുവനന്തപുരമുള്ള എല്ലാ ജില്ലകളിൽ നിന്നും കുട്ടികൾ അവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, +2 വരെയുള്ള എഡ്യൂക്കേഷനെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. പിള്ളേരുടെ പെർഫോമൻസ് ചെറിയ കുറഞ്ഞമായ ഫീസിലാണ് നമുക്കിവിടെ കാര്യങ്ങൾ കൊടുക്കുന്നത്. ഫീസുമായിട്ടുള്ള ആ ഒരു ബിസിനസ് മൈൻഡ് അങ്ങനെ ഒന്നും ഇല്ല ഇവിടെ. ഫുട്ബോളിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മളിവിടെ അക്കാഡമിയിൽ പിള്ളേരെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് അവരെ നമ്മൾ KPL വേണ്ടിയിട്ട് സീനിയറിലോട് പ്രൊമോട്ട് ചെയ്യുക. ഇങ്ങനെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അക്കാഡമിയിൽ വന്ന പിള്ളേരെ നമ്മൾ ബിൽഡ് ചെയ്തെടുത്തിട്ടാണ് ഈ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യവും ഒക്കെ നമ്മൾ KPL അവരെ കളിപ്പിക്കുന്നത്. അതിലൂടെയാണ് നമ്മൾ റിസൾട്ട് ഉണ്ടാക്കുന്നത്. അതാണ് നമ്മുടെ കോളോപ്സിയുടെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സിനൻ മലപ്പുറത്താണല്ലേ? മലപ്പുറത്ത് തിരൂരങ്ങാടി. ഈ ഫുട്ബോൾ കോച്ചിങ്ങിലേക്ക് എത്തിയത് എങ്ങനെ? കോച്ചിങ്ങിലോട്ട് എത്തിയത് ഞാൻ ഫുട്ബോളർ ആയിരുന്നു. പിന്നെ കളിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. പിന്നെ ഞാൻ കോച്ച് ഫീൽഡ് തിരഞ്ഞെടുക്കുകയുണ്ടായി. ഓക്കെ, അപ്പോ ഈ ഇവിടുത്തെ ഒരുപാട് പേര് മലപ്പുറത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? അതെ, കുട്ടികള് ഒരുപാട് 10ഓളം കുട്ടികളുണ്ട്. ഓക്കെ, അപ്പൊ ഈ കാണുന്നവരിൽ ഈ 5 പേര് ഇവർ ഹിരൺ, നമുക്ക് ഇവരെ കാണിച്ചാൽ അതെ. ഇപ്പൊ ഇവര് 5 പേരൊക്കെ ഈ നീല ജേഴ്സിയിലുള്ള 5 പേര് ഒന്ന് നമ്മളെ കണ്ട പേടിച്ചു പോയോ? ഇവരൊക്കെ കേരള പ്രീമിയർ ലീഗിൽ ഈ കോളേഴ്സിക്ക് വേണ്ടി കളിച്ചവരാണ്. പേരെന്താ? മാനവിന്റെ പൊസിഷൻ ഏതാ? മിഡ്ഫീൽഡാണ്. ഓക്കെ, വിങ്ങൊക്കെ ഇടിച്ചു കയറി പോവോ? ഓക്കെ, അപ്പോ മാനവ് ഇവിടെ ഇവരും. പേരെന്താ? അനൂപിന്റെ പൊസിഷൻ ഏതാ? ലെഫ്റ്റ്. എങ്ങനെയുണ്ടായിരുന്നു തവണത്തെ പ്രീമിയർ ലീഗ്? ഇച്ചിരി ടൈറ്റ് ആയി പോയി അല്ലേ? കുഴപ്പമില്ലായിരുന്നു. സൂപ്പർ 6ന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റിയില്ല കോളേജ് ഇത്തവണ. എന്തായാലും അടുത്ത ഇനി കേരള സൂപ്പർ ലീഗ് വരുന്നുണ്ട്. അതിന്റെ പ്രിപ്പറേഷൻ ആരംഭിച്ചോ? തുടങ്ങി അല്ലേ? അപ്പൊ ഇങ്ങനെ ഈ ISL കാണാറുണ്ടോ? ബ്ലാസ്റ്റേഴ്സ് കളി എങ്ങനെയാണ്? ഷോക്കായിരുന്നു. എന്താ പറ്റിയത്? ഇഞ്ചുറി ആണോ അവർക്ക്? ഇഞ്ചുറി ലൂണയൊക്കെ പോയപ്പോഴത്തേക്ക് എല്ലാരും സെറ്റാവും എന്നുള്ള പ്രതീക്ഷയാണ്. അപ്പോ അതാണ് പ്രധാനപ്പെട്ട കാര്യം. നടക്കട്ടെ, നിങ്ങളുടെ പ്രാക്ടീസ് നടക്കട്ടെ. അപ്പോ നമ്മൾക്ക് ഈ 3 പേരോട് ചോദിക്കാം. നിങ്ങളുടെ അടുത്തേക്ക് വന്നോട്ടെ. തിരക്കിലാണോ? പ്രാക്ടീസിന്റെ തിരക്കിലാണോ? വാ, എങ്ങനെയാ എല്ലാ ദിവസവും ഒന്ന് വാ, ചേർന്ന് നിന്നു. ഇത്രയും അകന്നൊന്നും നിൽക്കണ്ട, നമ്മള് പാവങ്ങളാ. എന്നാ എങ്ങനെയുണ്ട് ഇവിടുത്തെ പ്രാക്ടീസും സൗകര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. പേരെന്താ? ഷാഫി. വീട്? മലപ്പുറം. എനിക്ക് തോന്നി ആ ലുക്കും വർത്തമാനം കേട്ടപ്പോ. എങ്ങനെ ഷാഫി, തിരുവനന്തപുരം കോളത്തൊക്കെ വന്നിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. എത്ര നാളായി ഇവിടെ? ഇപ്പൊ 6 മാസമായി. അതിന്റെ മുന്നേ കുറച്ച് മുന്നേ ഉണ്ടായിരുന്നു. ഷാഫിയുടെ പൊസിഷൻ ഏതാ? റൈറ്റ് വിങ് ആണ്. അക്ഷയുടെ വീട്? മലപ്പുറം. അക്ഷയോ ഏത് പൊസിഷനാണ് കളിക്കുന്നത്? മിഡ്ഫീൽഡിലാണ്. സെൻട്രലാണ്. ഓ, ബാക്ക് ബോൺ ആണോ ടീമിന്റെ? അൻഫാസ്. മലപ്പുറം മിഡ്ഫീൽഡർ ആണല്ലേ? ഓക്കെ, ഈ കേരള പ്രീമിയർ ലീഗിൽ ഈ പ്രാവശ്യത്തെ മത്സരത്തിനെല്ലാം കളിച്ചതല്ലേ? കളിച്ചാണ്. എങ്ങനെയുണ്ടായിരുന്നു? ഈ ഏറ്റവും ടൈറ്റ് കോമ്പറ്റീഷൻ ആർക്കെതിരെയായിരുന്നു? പോലീസിനെതിരായിരുന്നു അല്ലേ? ശരി. ഈ മറ്റേ ബ്ലാസ്റ്റേഴ്സിന്റെ റിസൾട്ടിങ്ങായിട്ട് നിങ്ങളൊരു മാച്ച് കളിച്ചില്ലായിരുന്നോ? അല്ലേ? അന്ന് ഇപ്പോ ടീമിൽ കളിച്ച കുറച്ചു പേരൊക്കെ ഉണ്ടായിരുന്നു അല്ലെ? നിഹാലൊക്കെ ഉണ്ടായിരുന്നില്ലേ? നിഹാലുണ്ടായിരുന്നു, ഐമനും അസുറും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോ അവരുടെ അന്നത്തെ ഒരു പെർഫോമൻസും ഇപ്പൊ ഈ സൂപ്പർ ലീഗിലെ പെർഫോമൻസ് കാണുമ്പോൾ എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് ഒരു ഇന്ത്യയുടെ ടോപ്പ് ടയർ ലീഗിൽ കളിക്കണ്ടേ? ഞങ്ങൾക്ക് കളിച്ച അതേപോലെ അതന്നെ ആണല്ലേ? അല്ല, നിങ്ങൾക്ക് എത്തണ്ടേ അങ്ങനത്തെ ഒരു കോളേഴ്സിങ് വളർന്ന് വലിയൊരു നിലത്തേക്ക് എത്തണ്ടേ? ആഗ്രഹമുണ്ട്. അങ്ങനെ ഈ ബ്ലാസ്റ്റേഴ്സ് കുറച്ച് കളിയായിട്ട് മോശമാണല്ലോ, എന്താ അതിന്റെ കാരണം? ലൂണയായിരുന്നു മെയിൻ പ്രശ്നം അല്ലേ? ഈ ലൂണ ഇല്ലെങ്കിൽ ഒരു പ്ലാൻ ബിക്ക് എന്ത് ചെയ്യും?
കോച്ചിനോട് ചോദിക്കേണ്ടി വരും എന്നുള്ളതാണ് അല്ലെ? ഓക്കെ. അപ്പൊ എന്നാലും ഇതുപോലെ ഇവരും സജീവമായി തന്നെ ഫുട്ബോൾ കളത്തിലേക്ക് കോർട്ടിലേക്ക് ഇറങ്ങിയവരാണ്. അപ്പോൾ ഇവരും രാവിലെ തന്നെ അതിന്റെ ഒരു ട്രെയിനിങ്ങിലാണ്. ഈ കുട്ടികളാരും പറഞ്ഞു, ഇപ്പോൾ നേരത്തെ സിനാൻ പറഞ്ഞതുപോലെ ഇവരുടെ പ്രാക്ടീസ് ഇപ്പോൾ രാവിലെ, ഇന്ന് എക്സാം ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ന്യൂസ് 18 വേണ്ടി അവർ എക്സാമിനിടയിൽ ചെറിയൊരു സമയം കണ്ടെത്തി വന്നതാണ് രാവിലെ. എന്നാൽ നമുക്ക് നമ്മൾക്ക് അവർ സംസാരിക്കുകയും ചെയ്യാം. അവരിപ്പോൾ അതിന്റെ വാമ്പൊക്കെ നടത്തുകയാണ് അല്ലെ? അവർക്ക് എക്സാം നടക്കുന്ന സമയമാണല്ലേ? അതെ, എക്സാം നടക്കുന്ന സമയമാണ്, മോഡൽ എക്സാമിന്റെ സമയമാണ്. അപ്പൊ എന്താണെങ്കിലും അവരോട് നമുക്ക് വർത്താനൊക്കെ പറയണം. ആ വർത്താനത്തിലൊക്കെ നമുക്ക് എത്താം. അതിന് മുമ്പ് നമുക്ക് ഈ കുഞ്ചമൺ പോറ്റി ആ പേര് മാറ്റിയൊരു പ്രശ്നമുണ്ടല്ലോ, ഭ്രമയുഗം എന്ന് പറഞ്ഞ മമ്മൂട്ടി ചിത്രത്തില്. അപ്പോ എന്തുകൊണ്ടാണ് കുഞ്ചമൺ പോറ്റി മാറിയത് കൊടുമൺ പോറ്റിയായത്? എന്തായിരിക്കും കാരണം? അങ്ങനെ ഒരു മഹാമാന്ത്രികൻ ജീവിച്ചിരുന്നു. ഒരുപാട് ചോദ്യങ്ങൾ, സംശയങ്ങളൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഹർജിക്ക് പോയത്? അല്ലെങ്കിൽ പേര് മാറ്റുന്ന ഒരു കഥാപാത്രത്തിന് പേര് മാറ്റി വീണ്ടും ഇറക്കേണ്ട ഒരു അസാധാരണ സാഹചര്യം ഉണ്ടായിരുന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സംശയങ്ങളുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു വിശേഷം, അതെന്താ കാരണമെന്ന് അറിഞ്ഞ ശേഷം വേഗം തിരികെ എത്താം മോർണിംഗ് വെബ്സിലേക്ക്, കോളം വെബ്സിയുടെ ട്രെയിനിങ് ക്യാമ്പിലേക്ക്. നിങ്ങൾക്കറിയാമോ, ഒരു സിനിമയിലെ നായക കഥാപാത്രത്തിന്റെ പേര് പോലും മാറ്റാൻ ശേഷിയുള്ള കുഞ്ചമൺ പോറ്റി അഥവാ പുഞ്ചമൺ പോറ്റി ആരാണെന്ന്? രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമായ ഭ്രമയുഗം സിനിമയ്ക്ക് ഒരുപക്ഷെ മലയാള സിനിമയിൽ മറ്റൊരു സിനിമയ്ക്കും സംഭവിക്കാത്ത, അല്ലെങ്കിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യം തിയേറ്ററിലെത്തും മുമ്പ് സംഭവിച്ചിരുന്നു. ഒരു കുടുംബത്തിന്റെ ഹർജിയുടെ പേരിൽ പ്രധാന കഥാപാത്രത്തിന്റെ പേര് മാറ്റിയാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. അതെ, മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പേര് കുഞ്ചമൺ പോറ്റി എന്നത് മാറ്റി കൊടുമൺ പോറ്റി എന്നാക്കി. ഇനിയാണ് ചോദ്യം, ആരാണീ കുഞ്ചമൺ പോറ്റി? ഈ ചോദ്യത്തിന് ഉത്തരം പറയും മുമ്പ് എന്തുകൊണ്ട് ഭ്രമയുഗത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പേര് മാറ്റി എന്ന് നമുക്കൊന്ന് അറിഞ്ഞു വരാം. കോട്ടയം ജില്ലയിലെ കുഞ്ചമൺ ഇല്ലക്കാരാണ് ഭ്രമയുഗത്തിന്റെ റിലീസ് തടയണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കുഞ്ചമൺ പോറ്റി അഥവാ പുഞ്ചമൺ പോറ്റി എന്നത് തങ്ങളുടെ കുടുംബ പേരാണെന്നും ചിത്രത്തിൽ ദുർമന്ത്രവാദവും മറ്റും കാണിക്കുന്നത് കുടുംബത്തിനെ അധിക്ഷേപിക്കുന്നതാണെന്നുമായിരുന്നു കുഞ്ചമൺ ഇല്ലത്തിന്റെ ആക്ഷേപം. കേസ് പരിഗണിക്കവേ തന്നെ കഥാപാത്രത്തിന്റെ പേര് മാറ്റി വിവാദം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ കോടതിയെ അറിയിക്കുകയായിരുന്നു. ഇതോടെ വിവാദം അവസാനിച്ചെങ്കിലും മലയാളികളുടെ മനസ്സിൽ ആ ചോദ്യം ഉയർന്നു തന്നെ നിൽക്കുകയാണ്. മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പേര് പോലും മാറ്റാൻ ശക്തനായ ആ കുഞ്ചമൺ പോറ്റി ആരാണ്? കുഞ്ചമൺ പോറ്റിയുടെ കൃത്യമായ ചരിത്രമൊന്നും എവിടെയും അടയാളപ്പെടുത്തിയിട്ടില്ല. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലാണ് കുഞ്ചമൺ പോറ്റിയെക്കുറിച്ച് പരാമർശമുള്ളത്. കോട്ടയത്ത് ഇന്നും കുഞ്ചമൺ ഇല്ലം നിലനിൽക്കുന്നതിനാൽ കുഞ്ചമൺ പോറ്റി എന്നൊരു മഹാമാന്ത്രികൻ ഈ മണ്ണിൽ ജീവിച്ചിരുന്നു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഐതിഹ്യമാലയിൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറഞ്ഞു വെച്ചത് അത്രയും വിശ്വസിക്കണോ വേണ്ടയോ എന്നത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഐതിഹ്യമാല അനുസരിച്ച് ആരാണ് കുഞ്ചമൺ പോറ്റി എന്ന കഥയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിക്കടുത്താണ് കുഞ്ചമൺ ഇല്ലം സ്ഥിതി ചെയ്യുന്നത്. 3 നൂറ്റാണ്ട് മുമ്പാണത്രേ മാവേലിക്കരയിൽ നിന്നും മഹാമാന്ത്രികനായ പുഞ്ചമൺ പോറ്റി ഇന്ന് ഇല്ലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിയത്. അതും മഹാരാജാവിന്റെ നിർദ്ദേശമനുസരിച്ച്. അവിടെ നിന്നാണ് കുഞ്ചമൺ പോറ്റിയുടെ കഥ തുടങ്ങുന്നത്. ബാലശാസ്താവ് അഥവാ കുട്ടിച്ചാത്തന്റെ ഉപാസകനായിരുന്നു കുഞ്ചമൺ പോറ്റി. പറയുന്നതെന്തും അനുസരിക്കാൻ തയ്യാറായി പോറ്റിയുടെ സന്തത സഹചാരിയായി കുട്ടിച്ചാത്തൻ എന്നും ഉണ്ടായിരുന്നത്രേ. അക്കാലത്ത് തെക്കേ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നും പോറ്റിയെ തേടി ആളുകൾ ഈ ഇല്ലത്തേക്ക് എത്തിയിരുന്നു. കടമറ്റത്ത് കത്തനാരുടെയും ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടിന്റെയും സമകാലികനായിരുന്നു കുഞ്ചമൺ പോറ്റി. കടമറ്റത്ത് കത്തനാർ മഹാമാന്ത്രികനായിരുന്നു എന്ന് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. മഹാപണ്ഡിതനും ഭദ്രകാളിയുടെ ഉപാസകനുമായിരുന്നു ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട്. ഇദ്ദേഹത്തിന്റെ പിന്മുറക്കാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. സമകാലികർ മാത്രമല്ല, സുഹൃത്തുക്കളുമായിരുന്നു ഈ 3 പേരും. ഒരിക്കൽ കടമറ്റത്ത് കത്തനാർ പുഞ്ചമൺ ഇല്ലത്തെത്തി. പോറ്റിയുടെ ക്ഷണം സ്വീകരിച്ചാണ് കത്തനാർ എത്തിയത്. വള്ളത്തിലായിരുന്നു കത്തനാർ ഇല്ലം സന്ദർശിക്കാൻ എത്തിയത്. കടവിൽ ചെന്ന് അദ്ദേഹത്തെ സ്വീകരിച്ച് ഇല്ലത്തേക്ക് കൊണ്ടുവന്ന് നല്ല രീതിയിൽ തന്നെ പോറ്റി സൽക്കരിച്ചു. തിരിച്ചു പോകാനായി കടവിലേക്ക് ചെന്നപ്പോൾ അവിടെ കത്തനാർ വന്ന വള്ളം കാണാനില്ലായിരുന്നു. പുഞ്ചമൺ പോറ്റി തന്റെ മന്ത്രസിദ്ധി ഉപയോഗിച്ച് കത്തനാരുടെ വള്ളം മരത്തിന് മുകളിലേക്ക് കയറ്റിവെച്ചിരുന്നു. അങ്ങ് മഹാമാന്ത്രികനല്ലേ, ചെയ്യാവുന്നത് ചെയ്യൂ എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പോറ്റി കത്തനാരോട് പറഞ്ഞു. വള്ളമിറക്കാൻ ഞാൻ ഇല്ലത്തെ അന്തർജനങ്ങളെ വരുത്തിക്കും എന്ന് കത്തനാർ മറുപടി പറഞ്ഞപ്പോൾ തോൽവി സംബന്ധിച്ച പോറ്റി മന്ത്രിച്ച് വള്ളം താഴേക്കിറക്കി. എന്നാൽ ഇനി ഞാൻ വേറെ വഴിയിൽ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ കത്തനാർ ഒരു വാഴയില വള്ളമാക്കി അവിടെ നിന്ന് യാത്ര തിരിച്ചു എന്നതാണ് കഥ. ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടുമായും ഇത്തരത്തിലൊരു തർക്കം കുഞ്ചമൺ പോറ്റി നടത്തിയതായി പറയപ്പെടുന്നു.
ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട് വൈക്കത്ത് ക്ഷേത്രത്തിൽ തന്ത്രിയായി അവിടെ താമസിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം കുഞ്ചമൺ പോറ്റി അദ്ദേഹത്തെ കാണാനെത്തി. കുശലം പറഞ്ഞിരിക്കവേ ഇരുവരുടെയും ആരാധനാമൂർത്തികളുടെ വൈഭവത്തെക്കുറിച്ച് തർക്കമായി. ഒരു മൂർത്തിയെ സേവിക്കുകയാണെങ്കിൽ ചാത്തനെ തന്നെ സേവിക്കണം, ചാത്തൻ പ്രസാദിച്ചാൽ സാധിക്കാത്ത കാര്യം യാതൊന്നുമില്ല എന്നതായിരുന്നു പോറ്റിയുടെ നിലപാട്. എന്നാൽ അതൊന്നറിയണമല്ലോ എന്നായി നമ്പൂതിരിപ്പാട്. അങ്ങനെ ഇരുവരും തങ്ങളുടെ ആരാധനാമൂർത്തികളെ കൊണ്ട് വെറ്റില മുറുക്കാനും കോളാമ്പിയും വരുത്തി. തന്റെ കുട്ടിച്ചാത്തനെ പോലെ കാളി നമ്പൂതിരിപ്പാടിനും എല്ലാ കാര്യങ്ങളും സഹായിയായി ഉണ്ടെന്ന് സമ്മതിച്ച് പോറ്റി സ്ഥലം വിട്ടു. എന്നാൽ തന്നെ കൊണ്ട് ഭൃത്യവേല ചെയ്യിപ്പിച്ചതിൽ കുപിതയായ കാളി നമ്പൂതിരിപ്പാടിനെ വിട്ടുപോയി എന്നും പറയപ്പെടുന്നു. പണ്ടുകാലത്ത് കുഞ്ചമൺ പോറ്റി എത്രത്തോളം മഹാമാന്ത്രികനായിരുന്നു എന്ന് നമുക്കറിയില്ല. എന്നാൽ ഇന്ന് മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പേര് മാറ്റാൻ തക്ക ശക്തനായിരുന്നു പോറ്റിയും അദ്ദേഹത്തിന്റെ പിൻതലമുറയും. ചരിത്രത്തിന്റെ ശേഷിപ്പുകൾ ഇന്നും കുഞ്ചമൺ ഇല്ലത്തുണ്ട്. ഇന്നും മന്ത്രങ്ങളടക്കം അമൂല്യ വിവരങ്ങളടങ്ങുന്ന താളിയോലകളും ഗ്രന്ഥങ്ങളുമെല്ലാം കുഞ്ചമൺ ഇല്ലത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഇവരുടെ ഉപാസനാമൂർത്തികളുടെ പ്രതിഷ്ഠകളും ഇന്നും ഇല്ലത്ത് കാണാം. അപ്പോ കുഞ്ചമൺ പോറ്റിയുടെ കഥ നമ്മൾ കണ്ടു. എന്താണ് സന്ദീപാണ് അതിന്റെ റിപ്പോർട്ട് നൽകിയത്. ഇവിടെ ഈ കോളം എഫ് സിയിലെ നമ്മുടെ യുവ പ്രതിഭകൾ നമുക്ക് ഒരു ചെറിയൊരു ടീം ഇറക്കാൻ പോകാണ്ടോ. ഈ ഞാൻ ആദ്യം കാണിച്ചൊരു ബൈസിനുണ്ടല്ലോ, ബൈസിന് ഇപ്പൊ ഓടുന്നതിന് മുമ്പ് ബൈസിന് നമ്മള് ചെറിയൊരു മാച്ച് വെക്കില്ല നമ്മള്. എങ്ങനെ തിരിക്കുക നിങ്ങൾക്ക്? 9 vs 9 ആണ്. ഓക്കെ, അപ്പോ ഇവര് രണ്ടായിട്ട് തിരിക്കുന്നു, 2 ടീമായിട്ട് തിരിക്കുന്നു. നമുക്ക് ഏത് അർജന്റീനയാണ് ബ്രസീൽ അങ്ങനെ കളിക്കാൻ പറ്റുമോ എല്ലാവർക്കും? ഒരു മിനിറ്റ്, ഇവര് ഒരു ഇച്ചിരി എനർജി വാടാ. അർജന്റീനയാണ് ബ്രസീലാണ് ഇഷ്ടം? അർജന്റീന. എല്ലാവർക്കും അർജന്റീനയാണോ? ആരാ ബ്രസീല്? നീ മാത്രമുള്ളോ ബ്രസീല്? ബ്രസീൽ നീ മാത്രമുള്ളോ? ബാക്കി എല്ലാരും അർജന്റീനയാണല്ലോടാ. പേരെന്താ? മിർഷാന്റെ വീട് എവിടെയാ? മലപ്പുറം. ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ? നെയ്മർ ആകെ പരിക്കുപറ്റി പ്രശ്നമാണല്ലോ. കോപ്പ അമേരിക്ക കളിക്കുവോ? കളിക്കും. ഉറപ്പാണോ? അപ്പൊ ഈ അർജന്റീന കപ്പടിച്ചപ്പോ എങ്ങനെ ഹൃദയം തകർന്നോ? ഒന്നും തോന്നിയില്ല? വിഷമം തോന്നിയില്ല അല്ലേ? സന്തോഷം തോന്നിയോ? സന്തോഷം തോന്നിയില്ല. അതാണ് സന്തോഷം തോന്നിയില്ല. ബ്രസീൽ ഫാന് സന്തോഷം തോന്നില്ല അല്ലേ? ഹർഷാന്റെ വീട് എവിടെയാ? മലപ്പുറം. എന്തുകൊണ്ടാണ് അർജന്റീനയുടെ ഇത്ര ഇഷ്ടം? പിന്നെ മെസ്സി കളിക്കുന്നുണ്ട്. പിന്നെ ഇഷ്ടപ്പെട്ട പ്ലെയർ മെസ്സിയാണോ? ഇതിനകത്ത് എംബാപ്പെ ഇഷ്ടമുള്ള ഏതെങ്കിലും അർജന്റീന ഫാൻ ഉണ്ടോ? ആരുമില്ല. എംബാപ്പെ ഇഷ്ടമല്ല? എന്താണ് എംബാപ്പെ എടുത്ത ദേശീയം? ഇഷ്ടമൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചപ്പോ ഇല്ലാന്നാണല്ലോ നീ പറഞ്ഞ ചോദിച്ചപ്പോ. ആണോ? വീട് എവിടെയാ? പൊഴിയൂരാണ്. ഇവിടെ തന്നെയാണല്ലേ? അപ്പൊ ഇവിടെ ഒരുപാട് നിന്റെ കൂട്ടുകാരൊക്കെ ഒരുപാട് പേരുണ്ടോ ഫുട്ബോൾ കളിക്കുന്നത്? കുറെ പേരുണ്ടോ? ഈ സ്കൂളിലല്ലേ പഠിക്കുന്നത്? ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട് ഇവിടുത്തെ പ്രാക്ടീസ് ഒക്കെ വന്നിട്ട്? ഈ സിനാൻ കോച്ചും ബെഞ്ചൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണോ? ഫ്രണ്ട്ലി ആണോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, ഭയങ്കര ടഫാന്ന് തോന്നുന്നു. സിനാനോടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടല്ലേ? അല്ലല്ലേ? ശരി. പേര്? സെയിം. അപ്പൊ അർജന്റീന ഫാൻ അല്ലേ? അപ്പൊ ഈ ടീം നമുക്ക് അർജന്റീന ആക്കിയാലോ? ഒരു ബ്രസീൽ ഫാനുള്ള അർജന്റീന ടീം ഞങ്ങളുടെ ഫ്രണ്ടാണല്ലേ? വിട്ടേക്കണ് അല്ലേ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7ാം ക്ലാസ്സില്. വീട്? ആലപ്പുഴ. എവിടെ? ഹരിപ്പാടോ? ഓക്കെ. അപ്പൊ ഹരിപ്പാട് നിന്നപ്പോ വീട്ടിൽ നിന്നൊക്കെ മാറി ഇവിടെ നിന്ന് ഫുട്ബോൾ കളിക്കുന്നതിൽ സങ്കടമുണ്ടോ? ഫസ്റ്റ് ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അപ്പൊ അച്ഛനമ്മ മിസ് ചെയ്യുന്നില്ലേ? വിളിക്കും അവര്? വിളിക്കും. ഇന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണുമോ രാത്രി? ബ്ലാസ്റ്റേഴ്സ് ജയിക്കുവോ? ജയിക്കുവോ? എത്ര ഗോളിന് ജയിക്കും? 3-0. പക്ഷെ കഴിഞ്ഞ 2 കളിയും തോറ്റില്ലേ? ഈ കളി ജയിക്കും. എന്താ ജയിക്കും? വാശി. അത് ചെന്നൈ പോയി കളിക്കണം. ചെന്നൈ പോയി കളിച്ചാലും ജയിക്കും. ജയിക്കോടാ? ജയിക്കും. പേരെന്താ? ശബരി. വീട് എവിടെയാ? ഇടുക്കിയിലെവിടെ? മൂന്നാറിലെവിടെ? മൂന്നാറിലെവിടെ? മൂന്നാറിലൊക്കെ കുറെ ഫുട്ബോൾ കളിക്കുന്നവരൊക്കെ ഉണ്ടോ? ഉണ്ട്. ഈ അവിടുത്തെ കാലാവസ്ഥ നിങ്ങൾക്ക് ഇവിടെ വന്നപ്പോ എന്തെങ്കിലും പ്രശ്നം തോന്നിയോ? കുറച്ച് പനിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര നാളായി ഇവിടെ? ഇപ്പൊ ഏകദേശം 1 വർഷം. 1 വർഷമായി. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9-ലായോ? ഉറപ്പാണോ? കൊള്ളാം. അപ്പൊ നീ ഏതാ പൊസിഷൻ, ഏതാ സാധനം കളിക്കുന്നത്? ലെഫ്റ്റ് വിങ് ഫോർവേഡ്. നിന്റെ പൊസിഷനോ? റൈറ്റ് വിങ്, ലെഫ്റ്റ് വിങ്. ഓക്കെ. അപ്പൊ ഇതിൽ ഓക്കെ. എന്നാ അർജന്റീന ടീമിന്റെ 2 ലെഫ്റ്റും റൈറ്റും അല്ലേ? ഓക്കെ, ഡൺ. പേര്? നബ്ഹാന്റെ വീട് എവിടെയാ? മലപ്പുറത്താണ്. മലപ്പുറത്ത് എവിടെയാ?
വണ്ടൂരൊക്കെ ഒരുപാട് ഫുട്ബോൾ പ്രേമികളില്ലേ? വൻ ആവേശല്ലേ അവിടെ ലോകകപ്പ് വരുമ്പോ? കളി കാണാൻ പോകാറുണ്ടോ? ആണോ? ഈ ISL-ഉം I League-ഉം ഒക്കെ കാണാൻ പോകാറുണ്ടോ? ഇല്ല, അതിഷ്ടല്ല നമുക്ക്. അങ്ങനെയല്ല, ഫോണിലും ഇതിലൊക്കെ കാണും, അല്ലാതെ കളി കാണാൻ പോലില്ല അല്ലേ? ശരി. നിന്റെ പേരെന്താ? അമറിന്റെ വീട് എവിടെയാ? പൂവാർ. അടുത്താണ്. പൂവാർ ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമല്ലേ? കായലും അല്ലേ? ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ലേ? അപ്പൊ അവിടുത്തെ ഫുട്ബോൾ ആവശ്യമൊക്കെ എങ്ങനെയുണ്ട്? ആവശ്യം ഇഷ്ടമാണ്. എങ്ങനെ ഫുട്ബോളിനോട് കമ്പം തോന്നിയത്? ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ കളി കണ്ട് ഇഷ്ടം തോന്നിയത്, അതവിടെ കളിച്ചാണ്. അപ്പൊ എങ്ങനെ വീട്ടിൽ പോയിട്ട് വന്നാണോ പ്രാക്ടീസ് ചെയ്യുന്നത്, അതോ ഇവിടെ സ്റ്റേ ചെയ്യണോ? വീട്ടിൽ പോയി. എത്ര ദൂരം? അടുത്തല്ലേ? തൊട്ടടുത്ത് തന്നെ അല്ലേ? ഈ സ്കൂളിലാണോ പഠിക്കുന്നത്? എത്രാം ക്ലാസ്സിലാ? 9. ഓക്കെ. ഈ ചങ്ങായിയുടെ പേര്? ഹാഷിമിന്റെ സ്ഥലം എവിടെയെന്ന് പറഞ്ഞാൽ? മലപ്പുറത്തോടെ? വണ്ടൂര് കുഴപ്പമുണ്ടല്ലോ. അപ്പൊ ഓപ്പോസിറ്റ് ടീം എന്ത് ചെയ്യാ? അവരങ്ങ് പോയല്ലേ? നമുക്ക് അവരെ പോക്കാം. അപ്പൊ എന്തായാലും ഇവര് അർജന്റീന ടീമായിട്ടും അവർ ബ്രസീൽ ടീമായിട്ടും കളിക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഒരു ജസ്റ്റ് ചെറിയൊരു ഗെയിം, അപ്പൊ അതിനുള്ള ട്രെയിനിങ്ങും പ്രാക്ടീസൊക്കെ നടത്തട്ടെ. ഞാൻ വീണ്ടും സിനാനിലേക്കും ബാൻസിലേക്കും വരുന്നു. ബാൻസ് ഒരു മിനിറ്റ്. ബാൻസിന് ഈ പിന്നെ അവരെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിലേക്ക് നിൽക്കുകയാണ്. ഓക്കെ. ഈ ബാൻസിന് നേരത്തെ ഫുട്ബോൾ കളിക്കുമായിരുന്നോ? ഏത് കളിക്കുന്നുണ്ട്? എവിടെയാ? കോളേജിൽ കളിക്കുന്നുണ്ടോ? പ്രീമിയർ ലീഗ് കളിച്ചിരുന്നോ? കേരള പ്രീമിയർ കളിച്ചിരുന്നു. ഓക്കെ. എന്താ പറ്റിയ ടീമിന് ഈ തവണ കഴിഞ്ഞ തവണത്തെ അത്രയും ഒരു സ്റ്റേജിലേക്ക് എത്താൻ പറ്റിയില്ലല്ലോ? എന്താന്ന് വെച്ചാൽ നമുക്ക് പ്ലേയേഴ്സിന്റെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. നമ്മളെ ഒരു 7-8 പ്ലേയേഴ്സ് യൂണിവേഴ്സിറ്റി കളിക്കാൻ പോയിരുന്നു. അപ്പൊ നമുക്ക് കണ്ടിന്യൂസ് ഒരു മാസത്തിന്റെ അകത്ത് തന്നെ നമുക്ക് 9 മാച്ച് കളിക്കാവുന്ന അതിന്റെ കുറെ പ്ലേയേഴ്സിന് ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു പ്ലേയേഴ്സിന്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതുപോലെ ഡ്യൂറേഷൻ കുറഞ്ഞു വരുന്നു. ഒരു 10 മാച്ച് ഒരു മാസത്തിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ ഡ്യൂറേഷന്റെ പ്രോബ്ലം ഉണ്ട്. അതിന്റെ പ്ലേയേഴ്സ് ഇഞ്ചുറി, അതാണ്. ഈ ട്രാവൽ ഒരു പ്രശ്നമായിരുന്നോ? ഇവിടെ നിന്ന് കണ്ണൂര് നമ്മള് ട്രാവൽ അങ്ങനെ പ്രശ്നമില്ല. നമ്മൾ ഒരു ദിവസം മുമ്പെയാണ് പോയി ഇവിടെ സ്റ്റേ ആയിരുന്നുള്ളൂ. നമുക്ക് ഈ ഒരു പ്രശ്നമാണ് പ്ലേയേഴ്സിന്റെ. നമുക്ക് പ്ലേയേഴ്സ് യൂണിവേഴ്സിറ്റി കളിക്കാൻ പോയാണ് ഏറ്റവും വലിയ പ്രശ്നമായി പോയതും. 2 മാച്ച് ഒരുമിച്ചായി പോയി, യൂണിവേഴ്സിറ്റിയും ഇത്. ഓക്കെ. ഇനി ഇന്നത്തെ ഈ കേരള ബ്ലാസ്റ്റേഴ്സ്, നമ്മൾ ഈ ന്യൂസ് 18-ൽ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ തത്സമയം ഉണ്ട് കേട്ടോ എല്ലാ ദിവസവും. നിങ്ങളുടെ ചീഫ് കോച്ച് എബിൻ റോസ് ഉൾപ്പെടെ നമ്മൾ അതിഥിയായിട്ട് വിളിക്കാറുണ്ട്. അപ്പോ ഈ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ പറ്റി എന്താ തോന്നുന്നത് ബൈസിന്? അടുത്ത ഒരു സാഹചര്യം, ബ്ലാസ്റ്റേഴ്സ് നല്ല ടീമാണ്. ഇപ്പൊ ISL ഏറ്റവും ടോപ്പിൽ നമ്പർ പൊസിഷനിൽ വരാനുള്ള ടീമാണ്. കഴിഞ്ഞ ഒരു മാച്ച് മാത്രമേ കുറച്ച് ലാഗ് ആയുള്ളൂ. ബാക്കി എല്ലാ മാച്ചും അവർ നല്ല രീതിയിലാണ് കളിച്ചത്. കഴിഞ്ഞ ഒരു മാച്ച് അവർ പഞ്ചാബ് FC ആയതിന്റെ ഒരു ഓവർ കോൺഫിഡൻസ് അവര് ഇപ്പം ഇതായി വന്നേലേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു ഇത് അവര് ഇഞ്ചുറി ഒക്കെ കണ്ടിന്യൂസ്ലി പ്രശ്നമാകുന്നുണ്ടോ അല്ലെ? ബ്ലാസ്റ്റേഴ്സിന് ഇൻസ്ട്രൂ കൊണ്ട് കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയി ടീം വർക്ക് ചെയ്ത നല്ല റിസൾട്ട് ഉണ്ടാകുന്ന ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അത്രയും ടീം സ്ട്രെങ്ത് ഉള്ള ടീമാണ്. പിന്നെ ചില സമയമാണല്ലോ, അതായിരിക്കാം. ഓക്കെ. എന്തായാലും നമുക്ക് ഈ പറയുന്ന പോലെ ബ്ലാസ്റ്റേഴ്സിന്റെ വിശേഷങ്ങളിലേക്ക്, ഇവരുടെ മാച്ചിലേക്കൊക്കെ നമുക്ക് എത്താം. ഒരു ചെറിയ ഇടവേളയിലേക്ക് പോവുകയാണ്. മോർണിംഗ് മാച്ച് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്തണം. അർജന്റീനയും ബ്രസീലും ഇവിടെ പന്ത് തട്ടി തുടങ്ങിയിട്ടുണ്ട്. അവര് 9 പേര് വെച്ചാണ് കളിക്കുന്നത്. എന്താണെങ്കിലും അവിടെ നിന്ന് ഇപ്പോൾ ഈ സ്ക്രീനിന്റെ ലെഫ്റ്റ് ഭാഗത്ത് നിന്ന് റൈറ്റ് ഭാഗത്തേക്ക് കളിക്കുന്നത് ബ്രസീൽ ടീം, അല്ലെങ്കിൽ ഈ പച്ച ഓറഞ്ച് ജേഴ്സിയിൽ കളിക്കുന്നത് അർജന്റീന ടീം. നമുക്ക് നോക്കാം ഒരു ചെറിയൊരു മാച്ച് ആര് ജയിക്കും നോക്കാം. ബ്രസീൽ ടീമിന്റെ വിശേഷങ്ങളിലേക്ക് എത്താൻ പറ്റിയില്ല. അർജന്റീനക്കാർ മാത്രം വർത്താനം പറഞ്ഞുള്ളൂ. ഒരു കളി തുടങ്ങുകയും ചെയ്തു. എന്തായാലും നമുക്ക് അതിലേക്കൊക്കെ എത്താം. മോർണിംഗ് വൈബ്സ് തുടരും. ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേള. വീണ്ടും സ്വാഗതം മോർണിംഗ് വൈബ്സിലേക്ക്. മോർണിംഗ് വൈബ്സ് ഈ പ്രഭാതത്തിൽ കുറച്ച് ഫുട്ബോൾ കാഴ്ചകൾ, വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ തിരുവനന്തപുരത്തെ, ഞാൻ അത് സൂചിപ്പിച്ച പോലെ ഈ പൂവാറിനടുത്താണ്, അതായത് കൃത്യം പറഞ്ഞാൽ അരിമാനൂർ അല്ലെ? അരിമാനൂരിൽ അയ്യോ ഇപ്പൊ ഒരു പന്ത് ഇവിടെ വരാൻ സാധ്യതയുണ്ട്. ഹിരൺശ്യാം ക്യാമറയുണ്ട്, ഓടിക്കോ. ഇവര് ഞാൻ പറഞ്ഞല്ലേ കോള FC ടീമിന്റെ നമ്മുടെ കുട്ടികളാണ്. അവരവിടെ പ്രാക്ടീസാണ്. ഒപ്പം തന്നെ നമുക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഫുട്ബോൾ മാച്ച് അവരവിടെ ഇവിടെ നിന്ന് അങ്ങോട്ട് അർജന്റീന ടീമും അവിടെ നിന്ന് ഇങ്ങോട്ട് ബ്രസീൽ ടീമുമായി കളിക്കുന്നു. അപ്പോൾ ഇപ്പോൾ അർജന്റീന ടീമിന്റെ ഒരു ലെഫ്റ്റ് വിങ്ങിലൂടെ മുന്നേറ്റത്തിലുള്ള ശ്രമം നടക്കുകയാണ് അവിടെ. എന്നാൽ നമുക്ക് ഗോളിലേക്ക് പോകുന്നു. ഗോളായോ? കേറിയില്ലോ?
ഗോൾ കയറിയില്ല. ഓക്കെ. അപ്പൊ എന്തായാലും അവിടെ മാച്ച് പുരോഗമിക്കും. നമുക്ക് നോക്കാം കുറച്ച് കഴിയുമ്പോൾ എന്താണ് അവിടെ ഒരു ഫൈനൽ സ്കോർ എന്താണ് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു കാഴ്ചയിലേക്ക് എത്താം. അപ്പോൾ ഇതിനിടയിൽ നമുക്ക് മറ്റ് ചില വർത്തമാനങ്ങൾ വിശേഷങ്ങളിലേക്കൊക്കെ പോകണമല്ലോ. അപ്പോ നമ്മുടെ വാർത്തകളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു. മോർണിംഗ് വൈബ്സിന്റെ കാഴ്ചകളിലേക്ക് ഒക്കെ വരുമ്പോൾ ഒരുപാട് പ്രേക്ഷകർ ഇങ്ങനെ നമ്മോടൊപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കമന്റുകൾ ഇടാം, സംസാരിക്കാം, നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ മോർണിംഗ് വൈബ്സിലൊക്കെ സംസാരിക്കുകയും ചെയ്യാം. നമ്മൾ എന്തായാലും നമുക്കൊന്ന് പ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരത്തിലേക്ക് പോവുകയാണ്. അവിടെ പൂരത്തിന് കൊടിയേറിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യമാണ് ഈ ചിനക്കത്തൂർ പൂരത്തിന്റെ ഒരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കൊടിയേറ്റവും അതുപോലെ ആവേശകരമായിരുന്നു. അപ്പോ ഈ ഇവിടുത്തെ ഫുട്ബോൾ ആവേശത്തിനൊപ്പം തന്നെ നമുക്ക് ചിനക്കത്തൂർ പൂരത്തിന്റെ ആവേശം കാണാം. വള്ളുവനാടൻ ഉത്സവകാലത്തിന് നിറപ്പകിട്ടായി 10ാം നാളാണ് പൂരത്തിന്റെ ആഘോഷം. നമ്മൾ പോകുന്നു ചിനക്കത്തൂരിലേക്ക്. ആചാരപരമായി ഏറെ വൈവിധ്യങ്ങൾ ഉള്ള ചടങ്ങാണ് ചിനക്കത്തൂരിലെ കൊടിയേറ്റം. 7 ദേശങ്ങളിൽ നിന്നുള്ള ഭക്തർ കൊടിയേറ്റ നാൾ ക്ഷേത്രമുറ്റത്ത് തടിച്ചുകൂടും. തട്ടകങ്ങളിൽ നിന്ന് വേണ്ടപ്പെട്ടവരെല്ലാം എത്തിയോ എന്ന് കോമരം വിളിച്ചു ചോദിക്കും. ആദ്യത്തെ 2 തവണ നിഷേധസ്വരം ഉയർത്തും. മൂന്നാമത്തെ ചോദ്യത്തിന് ആർപ്പുവിളികളോടെ മറുപടി നൽകിയാണ് കൊടിയേറ്റ ചടങ്ങ് നടക്കുക. ഒറ്റപ്പാലത്തുകാർക്ക് ഇനിയുള്ള ദിനങ്ങൾ ആവേശത്തിൻ്റെതാണ്. കൊടിയേറ്റത്തിന്റെ 10ാം നാൾ വർണ്ണാഭമായ പൂരം നടക്കും. ചിനക്കത്തൂരിലെ പൂരം സാംസ്കാരിക പൈതൃകമുള്ളതാണ്. തട്ടിന്മേൽക്കൂത്തും ആനയും പഞ്ചവാദ്യവും പാണ്ടിമേളവുമെല്ലാം പൂരത്തെ വർണ്ണാഭമാക്കും. കൊടിയേറ്റ ദിവസം ആയിരക്കണക്കിന് ആളുകൾ ക്ഷേത്രമുറ്റത്ത് തടിച്ചുകൂടും. 1 വർഷക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ പൂരത്തെ കെങ്കേമമാക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 പട്ടാമ്പി. അപ്പോൾ മോർണിംഗ് വൈബ്സ് തുടരുന്നു. നമ്മൾ ചിനക്കത്തൂർ പൂരത്തിന്റെ കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. അവിടെ പൂരത്തിന് കൊടിയേറി 10ാം നാൾ പൂരം. അപ്പോൾ ആവേശമാണ്, വലിയ ആവേശമാണ്. ഇവിടെ ഫുട്ബോൾ ആവേശവും, അവിടെ ഫുട്ബോൾ മത്സരം പുരോഗമിക്കുന്നു. ഏത് നിമിഷവും പന്ത് ഉഗ്രൻ ഷോട്ടായിട്ട് എത്തുമോ എന്നുള്ളൊരു പേടിയുണ്ട്. എന്താണെങ്കിലും അവിടെ ഒരു കോർണർ ആണെന്ന് തോന്നുന്നു. ഒരു കോർണറാണ് കേട്ടോ. ബ്രസീലിന് അനുകൂലമായി ബ്രസീൽ ടീമും അർജന്റീന ടീമും തമ്മിലുള്ള മത്സരമാണ്. എന്നാലും ഈ ഗ്രൗണ്ടിൽ ഇപ്പോൾ കുറച്ച് പുല്ലൊക്കെ ഉണ്ട്. അത് ഈ കേരള പ്രീമിയറിലൊക്കെ ഉണ്ട്. അതൊന്ന് ചൂടൊക്കെ ആയതുകൊണ്ട് വെട്ടി സെറ്റാക്കാൻ വേണ്ടി നിർത്തിയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെയാണ് ഇവർ പ്രാക്ടീസ് നടക്കുന്നത്. ഒരിക്കൽ കൂടി ഞാൻ സിനാനിലേക്ക്. സിനാൻ, ഈ സ്കൂളിന്റെ ഗ്രൗണ്ടാന്ന് തോന്നുന്നു അല്ലേ? സ്കൂളിന് നമുക്ക് ഒരു ഗ്രൗണ്ടാണുള്ളത്. സ്കൂളിന് നമുക്കും സ്കൂളുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് സ്കൂളിന് നമുക്കൊരു ഗ്രൗണ്ടാണുള്ളത്. ഏകദേശം 25 വർഷത്തേക്ക് നമ്മൾ സ്കൂളിൽ നിന്ന് ഈ ഗ്രൗണ്ട് നമ്മൾ പാട്ടത്തിന് എടുത്തിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ ഈ ഹോസ്റ്റൽ സംവിധാനം എങ്ങനെയാണ്? ഹോസ്റ്റൽ സംവിധാനം നമ്മുടെ ഓണായിട്ട് നമ്മൾ ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ റെഡിയാക്കി എടുത്തതാണ്. 15 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ ഇവർക്ക് ഈ പ്രാക്ടീസ് നടത്തുക, പിന്നെ ഇവരുടെ യാത്രാ ചെലവുകൾ, ഇതൊക്കെ വലിയ തുക കണ്ടെത്തണ്ടേ? അതെ, കണ്ടെത്തണം. അതൊക്കെയാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ട ഹാർഡ് വർക്ക്. ഇതിന് പുറകിൽ ചെയ്യേണ്ട ഹാർഡ് വർക്ക് അതാണ്. ഇവർക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്തണം. ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങളുണ്ട്. ഇവിടുന്ന് ലോക്കൽ സപ്പോർട്ട് എങ്ങനെയുണ്ട്?
ലോക്കൽ സപ്പോർട്ട് നമുക്ക് ഈ ട്രിവാൻഡ്രം ഏരിയയിൽ നമുക്ക് ഉണ്ട്. ഇവിടെ നമുക്ക് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഒരുപാട് ക്രിറ്റിസിസവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഈ ഭാഗത്തും ഉണ്ട്. അത് എല്ലാ സൈഡിലും ഉള്ളതാണ്. നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, മുന്നോട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോ എന്താണെങ്കിലും ഈ ഫുട്ബോൾ കരിയറിൽ കോച്ചിങ്ങിൽ സജീവം തന്നെയാണോ സിനിന്റെ ആഗ്രഹം? അതെ, കോച്ചിങ്ങിൽ തന്നെയാണ് മുന്നോട്ട് പോകാനുള്ളത്. കളിച്ചുകൊണ്ടിരുന്നായിരുന്നു, പെട്ടെന്ന് ചെറിയ കളിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു. ഇപ്പോൾ കളി സ്റ്റോപ്പ് ചെയ്തു, ഫുട്ബോൾ ഫീൽഡിലോട്ട് വന്നു. ഇപ്പൊ എബിൻ സാറെ കീഴില്, സാറ് അറിയാലോ കേരള ജൂനിയർ ടീം കോച്ചാണ്. അപ്പൊ പുള്ളിയെ അസിസ്റ്റ് ചെയ്തിട്ട് ഇവിടെ നിൽക്കുന്നു. തന്നെയാണ് ഫുട്ബോൾ കോച്ചിങ് ഫീൽഡ് തന്നെയാണ് നിലവില് ആഗ്രഹിച്ചിരിക്കുന്നത്. അതെ. ഓക്കെ, എന്തായാലും സിനാൻ ഫുട്ബോൾ പ്ലെയറാണ്. സിനിന് ചെറിയൊരു ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ തൽക്കാലത്തേക്ക് ഫുട്ബോൾ കളിക്കളത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് കോച്ചിങ് ആയി തുടരുന്നു അല്ലേ? അതെ. വീട്ടിലെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ചേട്ടന്മാരുണ്ട്, അനിയത്തിയൊക്കെ. ശരി. അപ്പോ അതാണ് സിനൻ പറയുന്നത്, ഈ ഫുട്ബോളുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയാണ്. ഫുട്ബോൾ ഇങ്ങനെ നമ്മോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഗോൾ അടിച്ചോ? 2 അടിച്ചോ? ബ്രസീലോ? നിങ്ങൾ 2 അടിച്ചോ? അർജന്റീന 1, ബ്രസീൽ 2. അങ്ങനെയാണോ? ബ്രസീലാന്ന് തോന്നുന്നു മുമ്പിൽ. എന്താണെങ്കിലും അർജന്റീന ഫാൻസ് ആണ് കൂടുതൽ എന്നൊക്കെ പറയുന്നു. ഞാനൊരു അർജന്റീന ഫാനാണ്. പക്ഷെ അർജന്റീന 1 ഗോളിന് പിന്നിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കളി കഴിയട്ടെ. കളി കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ സ്കോറിലേക്ക് എത്താം. അപ്പോ നമുക്ക് വേറൊരു കാഴ്ചയിലേക്ക് കൂടി പോയാലോ. വേറെ കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഈ തിരുവനന്തപുരത്തെ ഈ വെള്ളായണിയിൽ ഇങ്ങനെ താമര ഇങ്ങനെ വിടർന്നു നിൽക്കുന്ന ഒരു സീസൺ ഉണ്ടല്ലോ. അതൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. കുറച്ചു നാൾ മുമ്പ് അശ്വതി അവിടെ പോയിരുന്നു. നമ്മുടെ അശ്വതി കേസ് ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ ഉണ്ട്. അശ്വതി അവിടെ ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അശ്വതി വെള്ളായണി പോയിട്ട് ഈ താമരയുടെ കാഴ്ചയും വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് നല്ലൊരു റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പോയി താമര അന്വേഷിച്ച് പോകല്ലേ, അവിടെ ആയി വരുന്നതേ ഉള്ളൂ താമര. അപ്പോൾ എന്താണെങ്കിലും ആ പഴയ കാഴ്ച അത് ഭംഗിയാണ്. അന്ന് നമ്മൾ പോയപ്പോൾ കണ്ട മനോഹര കാഴ്ച അതിപ്പോൾ കാണിക്കാനുള്ള കാരണം അതിനൊരു കാത്തിരിപ്പുണ്ട് അവിടുത്തുകാർക്ക്. കാരണം ഇനി താമരമുട്ട് വിടരുന്നതും അത് കാണാൻ വേണ്ടി ഒരുപാട് സഞ്ചാരികൾ എത്തുന്നതൊക്കെ കാത്തിരിക്കുന്ന ഒരു വെള്ളായണിയുണ്ട്. വെള്ളായണിയിലെ കാഴ്ചയിലേക്ക് എത്താം, അശ്വതിയുടെ റിപ്പോർട്ടിലേക്ക്. വെള്ളായണിയിലെത്തിയാൽ 2 കാര്യം: നല്ല ഭക്ഷണം കഴിക്കാം, അതുപോലെ പ്രകൃതി ഭംഗി ആസ്വദിക്കാം. ഇത് കാണുന്ന മുഴുവൻ താമരപ്പാടമാണ്. ഈ വെള്ളായണി കായലിലെ ഈ ഭാഗത്ത് മുഴുവൻ താമരകൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ്. ഇത് ഒരുപാട് പേരുടെ ഉപജീവന മാർഗമാണ്. രാവിലെ തന്നെ ചെറിയ വള്ളങ്ങളിലെത്തി ഈ താമര പൂവും ഇലയും പറിച്ചു വിറ്റ് ജീവിക്കുന്ന ഒരുപാട് പേര് ഈ പ്രദേശത്തുണ്ട്. അതുപോലെ ഒരുപാട് വിനോദസഞ്ചാരികളും ഷൂട്ടിംഗ് ലൊക്കേഷനും ഒക്കെയാണ് വെള്ളായണി. വെള്ളായണി കായലിൽ വള്ളത്തിൽ പോവാണ്. ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഈ വെള്ളായണി കായലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട്. പുറത്തുനിന്നുള്ളവരാണ് കൂടുതലും, നമ്മുടെ മലയാളികളെക്കാട്ടിലും. അതാണ് ഏറ്റവും രസം. എന്തായാലും ഈ ഒരു യാത്ര ഭയങ്കര രസമാണ്. നല്ല ഇവിടെ നിന്ന് നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ അവർക്കൊപ്പം ചെലവഴിക്കാം. പക്ഷെ അതിന് കുറച്ച് ചെറിയ കാശൊക്കെ ചെലവാകും. എങ്കിലും ഈ യാത്ര ഭയങ്കര ആസ്വാദികരമാണ്. പ്രത്യേകിച്ച് ഈ താമരയുടെ ഇടയിൽ കൂടിയുള്ള ഈ ഒരു യാത്ര ഗംഭീരം. വള്ളങ്ങളിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഇവിടെ ഒരുപാട് പേര് ചെറിയ വള്ളങ്ങളുമായിട്ട് ഇതുപോലെ താമരപ്പൂവും ഇലകളും ഒക്കെ ശേഖരിക്കാൻ രാവിലെയും വൈകിട്ടും ഇവിടെ ഉണ്ടാകും. ചെറിയ പൈസ കൊടുത്താൽ നമുക്ക് കുറച്ചു നേരം ഇവിടെ കായലിൽ ചെലവഴിക്കാം.
അപ്പോ വെള്ളാനിയിലെ കാഴ്ച കണ്ടു. എത്ര ഭംഗിയാണല്ലേ വെള്ളാനിയിൽ ആ സീസണിൽ പോവുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ വീണ്ടും അവിടെ പോകണം. അവിടെ താമരയൊക്കെ പൂത്തു വരുന്ന സമയത്ത്. എന്നാലും നമ്മുടെ കോളേഴ്സിന്റെ കുട്ടിത്താരങ്ങള് ഒരു കളിയെ കഴിഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. അർജന്റീന ബ്രസീൽ മത്സരം. അർജന്റീന എന്താ അവസ്ഥ? കളി തോറ്റു, ബ്രസീലിനോട് തോറ്റല്ലേ? വൻ ആഘോഷമായിരുന്നല്ലോ ഇറങ്ങുന്നതിന് മുമ്പ്. എത്ര ഗോളിന് തോറ്റു? 2-1. ആരാ അർജന്റീനയുടെ ഗോൾ സ്കോറർ? പേര്, അവന്റെ പേരെന്താ? അർഷാദ്. ഓക്കെ. അപ്പോ ഇവിടെ എല്ലാ ദിവസവും കളിക്കാറുണ്ടോ ഇങ്ങനെ ടീം ഇട്ടിട്ടൊക്കെ? എല്ലാ ദിവസവും കളിക്കാറുണ്ട് അല്ലേ? ഓക്കെ. ബ്രസീൽ ടീമിന്റെ ഇതിന്റെ പേരെന്താ, എന്താ പറയാ ഇതിന്? ഈ വിബിട്ട് കളിച്ച ആൾക്കാരാണ് ബ്രസീൽ ടീമിന്റെ ആൾക്കാർ. അപ്പൊ നിങ്ങൾ 2-1 ജയിച്ചല്ലേ? ആരാ സ്കോർ ചെയ്തരാ? ഒന്ന് ഞാനും മാനവ ഓടിയാ? ഓക്കെ. പേരെന്താ എന്റെ? അദ്വൈതിന്റെ ഇഷ്ട ടീം ഏതാ? അർജന്റീന. എന്നിട്ട് ബ്രസീൽ ടീമിന് വേണ്ടി ഇറങ്ങി അല്ലേ? വീട് എവിടെയാ? കാസർഗോഡാണോ? ആഹാ. അങ്ങേറ്റത്ത് ഇങ്ങേറ്റത്തേക്ക് വന്നോ ഫുട്ബോൾ കളിക്കാൻ? എത്രാം ക്ലാസ്സിലാ? +2. ഇവിടെ തന്നെയാണോ? ഏതാ എടുത്തേക്കുന്ന? സയൻസാ? കൊമേഴ്സ്. അപ്പൊ ഈ ഫുട്ബോൾ കളിക്കിടയിലൊക്കെ പഠിക്കാനൊക്കെ സമയം കിട്ടുമോ? കിട്ടും. ഇഷ്ടപ്പെട്ട ടീം ഏതാ ക്ലബില്? ബാർസലോണ. എന്തുകൊണ്ടാ? മുമ്പ് മെസ്സി എല്ലാം കളിച്ചു. എല്ലാത്തിനും മെസ്സിയാണ് ആധാരം എല്ലാവർക്കും അല്ലേ? നിന്റെ പേര്? ആശിഷിന്റെ വീട് എവിടെയാ? കൊല്ലം. കൊല്ലത്ത് ഏത് ഭാഗത്താ? പള്ളൂക്ക്. ഓക്കെ. എത്ര ആളെ ഇങ്ങനെ ചെറുപ്പത്തിൽ തൊട്ട് ഫുട്ബോൾ കളിക്കുന്നുണ്ടോ? ഉണ്ട്. ഇഷ്ട ടീം ഏതെന്ന് ചോദിച്ചാൽ അർജന്റീന എന്ന് പറയും അല്ലേ? കണ്ടോ, ഇതാണ് അർജന്റീന ഫാൻസ് ഉള്ളു. എല്ലായിടത്തും അർജന്റീനയാണ്. ഞാനും അർജന്റീനയാണോ? നിന്നെ ആദ്യം സംസാരിച്ചല്ലേ? നീ ആദ്യം അപ്പുറം ഇരുന്നാണ്. അപ്പൊ ക്യാമറ വന്ന് മൈക്ക് കൊണ്ട് ചോദിക്കുന്നു ഓടി ഇപ്പുറം വന്നിരുന്ന ഒളിച്ചിരിക്കായിരുന്നു അല്ലേ? ഇല്ല, ചുമ്മാ. പേരെന്താ? സഞ്ജയ് കൃഷ്ണ. സഞ്ജയ് വീട് എവിടെയാ? തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്ത് എവിടെ? ആക്കുളം. ചേട്ടാ ഞങ്ങള് ന്യൂസ് 18 ആക്കുളത്താ, തൊട്ടപ്പുറത്ത്. അറിയോ? ആക്കുളത്ത് എവിടെ? ആക്കുളം ശ്രീകാര്യം അങ്ങോട്ട്. ശ്രീകാര്യം പോകുന്ന വഴിക്ക്. അപ്പൊ ഇനി വീട്ടിലേക്ക് എങ്ങനെ ആഴ്ച പോവും? എങ്ങനെയാ? ഇല്ല, ഇടയ്ക്കിടയ്ക്ക് പോകും. ഇനി വരുമ്പോ ആക്കുളത്ത് ഞങ്ങളുടെ ഓഫീസ് വരുമോ? നീ താഴെ വന്നിട്ട് പിന്നെ എൽദോ ചേട്ടനെ അന്വേഷിക്കാമെന്ന് ചോദിച്ചാൽ മതി. വരുമോ? ഇപ്പൊ പഠിക്കുന്ന ഇവിടെയല്ലേ? എത്രാം ക്ലാസ്സിലാ? 9. നിന്റെ ഇഷ്ടം ടീം ഏതാ? സഞ്ജയ് കൃഷ്ണയുടെ? അർജന്റീന. ഇതെനിക്ക് തോന്നുന്നു ഇത് കോളേഴ്സ് അല്ല, അർജന്റീന FC ആണെന്ന് തോന്നുന്നു. എല്ലാവരും അർജന്റീന ഫാൻസാണ്. നീ ഏത് ടീമാണാ? എല്ലാവർക്കും അർജന്റീനയാണല്ലോ ഇഷ്ടം. ആരുമില്ല ഈ ബ്രസീൽ ടീമിൽ കളിച്ച ആരെങ്കിലും ബ്രസീൽ ഫാൻസ് ഉണ്ടോ? അവിടെ ഒറ്റയ്ക്ക് ഒരാൾ കൈവക്കിയിട്ടുണ്ട്. ബ്രസീൽ ടീമിന് വേണ്ടി കളിച്ചത് ഒരു ബ്രസീൽ ഫാൻ. ബാക്കി എല്ലാവരും അർജന്റീന ആയിരുന്നു അല്ലേ? അർജന്റീന ടീമാണോ? ഇത്ര താല്പര്യം എന്താ? ലോകകപ്പ് ജയിച്ചോണ്ടാണോ? ഇനി മെസ്സി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അർജന്റീന തന്നെ അവസാന ശ്വാസം വരെ അർജന്റീന. ഒരു മാറ്റമില്ല. അതാണ് പ്രശ്നം. ഈ മെസ്സിന്റെ വേറെ പേര് പറയാമോ? മെസ്സി അല്ലാതെ ടീമില് പറഞ്ഞാ? ലൂക്കാ മോഡ്രിച്ച്. എടാ നിന്നെന്താ ചെയ്ത? ലൂക്കാ മോഡ്രിച്ച് ഏത് ടീം കളിക്കണാടാ? അതല്ല, ഏത് അർജന്റീന ലൂക്കാ മോഡ്രിച്ച. ഇവിടെ ലൂക്കാ മോഡ്രിച്ച് ഏത് ടീമാണോ? ക്രൊയേഷ്യ. നിന്നോട് അർജന്റീന ടീം ചോദിച്ചപ്പോ ലൂക്കാ മോഡ്രിച്ച് കണ്ട. ഇതാണ് അർജന്റീന ഫാൻസിന്റെ പേര് കളയരുത്. ഓക്കെ. ഇന്നത്തെ ഒരു ബ്രസീൽ ഫാൻ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ബ്രസീൽ ഫാന് പേരെന്താ? അതിലിന്റെ വീട് എവിടെയാ? കാസർഗോഡ് എവിടെ? നീലേശ്വരത്താണ്. ഓക്കെ. എന്തുകൊണ്ടാ ബ്രസീലിനോട് ഇത്ര താല്പര്യം? ചെറുപ്പത്തിലെ മാമനും എല്ലാരും ബ്രസീലാണ്. മാമനും കൂട്ടുകാരും ഒക്കെ ബ്രസീലാണോ? ഞാനും ബ്രസീല്. ചെറുപ്പത്തിലെ കളിയാണ്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഇത്തവണത്തെ ലോകകപ്പ് കണ്ടപ്പോ ബ്രസീലിന്റെ ഗംഭീര പ്രകടനം കണ്ടപ്പോ എന്ത് തോന്നി? ഫൈനൽ കയറുമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനത്തെ ഒക്കെ തോന്നുന്നുണ്ടായിരുന്നോ? പക്ഷെ ഭാഗ്യമില്ല. അർജന്റീന കപ്പടിച്ചപ്പോ സങ്കടം തോന്നിയോ? നമുക്ക് 5 ഉണ്ടല്ലോ. നമുക്ക് 5 ഉണ്ടല്ലോ. ഇപ്രാവശ്യം ഇവരെ അടിക്കട്ടെ വിചാരിച്ചു. ഓ, ഇത്തവണത്തേക്ക് അവരെടുത്തോട്ടെ ഇതല്ലേ? അടുത്തോടെ അടിക്കുന്നതാണോ പറഞ്ഞേ? ഉറപ്പാണല്ലേ? ശരി. എന്നാ ഞാൻ ഒരാളെ നോക്കിയിരിക്കായിരുന്നു. ഇങ്ങ് വന്നേ, ഇത് എവിടെ ആയിരുന്നു? ഓടിവാ. കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് മമ്മൂട്ടിയെ പോലെ വരുന്നത്. ഇതാണ് നമ്മുടെ ഇതിന്റെ എല്ലാമായിട്ടുള്ള എവിൻഡ്രോസ്. ഡ്യൂട്ടിക്ക് പോകാനുണ്ട്, അതുകൊണ്ടുള്ള ഒരു തിരക്കായിരുന്നു അല്ലേ? അല്ല, ഡ്യൂട്ടി ആയാലും പന്ത് കളിയാണ് ഫസ്റ്റ്. അതുകൊണ്ട് സമയത്തിന് എത്തും. വേണമെങ്കിൽ സൺഗ്ലാസ് വെക്കാവുന്നതാണ് കേട്ടോ. വേണമെങ്കിൽ സൺഗ്ലാസ് വെക്കാവുന്നതാണ്. സൺഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പിള്ളേർ കളിയാകും. ഇങ്ങനെ വളരെ കർക്കശക്കാരനായിട്ടുള്ള കോച്ചാണോ? അല്ലല്ല, ഒരിക്കലും അല്ല. അത് ഗ്രൗണ്ടിനകത്ത് കാർക്കശമുണ്ട്, പക്ഷെ പുറത്ത് അങ്ങനെയല്ല.
ഞാൻ ഇവരെ കൊണ്ട് ഒരു അർജന്റീന ബ്രസീൽ ഫുട്ബോൾ മത്സരം വെച്ചു. എന്റെ അടുത്ത് അർജന്റീന തോറ്റു. പക്ഷേ ഈ 18 പേര് കളിച്ചതിൽ ആകെ 2 പേരെ ബ്രസീൽ ഫാൻസ് ഉള്ളൂ. 2 ഉള്ളൂ. 2 ബ്രസീൽ, ബാക്കി എല്ലാവരും സാധാരണ ബ്രസീൽ ഫാൻസ് ആണ് കൂടുതൽ. എനിക്കൊന്നും അവരൊക്കെ ചിലപ്പോൾ ബ്രസീൽ ഫാൻസ് ആയിരിക്കും അവിടെ നിൽക്കുന്നവര്. സീനിയേഴ്സാ. സീനിയേഴ്സ് ഒക്കെ മിക്കവാറും. എടാ നിങ്ങള് അർജന്റീനാണോ ബ്രസീലാണോ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? അയ്യോ അവര് അർജന്റീന. അവിടെ ആഷിൻ എന്നല്ലാണ്ട് പേര് പറഞ്ഞേ. ആഷിനോട് അർജന്റീന ടീമിലെ മെസ്സി അല്ലാണ്ട് വേറെ പേര് പറയാം. അപ്പൊ പറയാം ലുക്കാ മോഡ്രിച്ച്. അത് എന്താ പറയാ, അറിവ് കൂടിപ്പോയാലും ഒരു കുഴപ്പമുണ്ടല്ലോ. ആഷിക ദീപക അതെന്നറിയാം, അവൻ പരിശീലനത്തിനെ പോലെ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് മുങ്ങും. അപ്പൊ ഇടയ്ക്ക് അവൻ ക്രൊയേഷ്യയുടെ മറ്റേ മാച്ച് ഒരുമിച്ച് കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് പറ്റിയ മിസ്റ്റേക്കാ. പരിശീലനത്തിന് അങ്ങനെ തന്നെയാണ്. ആണല്ലേ? ഓക്കെ. അപ്പൊ ചേട്ടാ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ഫുട്ബോൾ ഡെവലപ്മെന്റും പ്രവർത്തനവും ഒക്കെ എങ്ങനെയുണ്ട്? എത്രത്തോളം ഇങ്ങനെ സാധ്യമാവുന്നുണ്ടോ? വിചാരിച്ച പോലൊക്കെ നടക്കാൻ പറ്റുന്നുണ്ടോ? ദൈവാനുഗ്രഹിച്ച് വിചാരിച്ചതിനപ്പുറം, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ മാത്യു സാർ എന്ന് പറയുന്ന ദൈവം വിചാരിച്ചതിനപ്പുറം ഈ ഒരു സെറ്റപ്പ് നിങ്ങൾ തന്നെ കണ്ടതല്ല അറിയാം. ഇത് ശരിക്കും പറഞ്ഞ ഒരു എനിക്ക് തോന്നുന്നു കേരളത്തിലെ മറ്റൊരു ക്ലബിന് സ്വന്തമായിട്ട്, അതായത് ഈ ഫെസിലിറ്റീസ് ഒക്കെ കോളേജിന്റെ സ്വന്തമാണ്. അത് കോളേജിന്റെ എഫർട്ട് കൊണ്ടുണ്ടായത് വേറെ ഒരു ക്ലബിനും ഇല്ലെന്ന് ഉറപ്പായിട്ട് പറയാം. കേരള ബ്ലാസ്റ്റേഴ്സ് പോലും അവർ റെന്റിന് എടുത്തിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും വലിയ ഫെസിലിറ്റീസ് ഉണ്ടായിപ്പോലും ഏക സങ്കടം പറയുന്നത് കളിക്കാർ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. അതിന് കുറെ കാര്യങ്ങളുണ്ടാവും, സപ്പോർട്ടിംഗ് സ്റ്റാഫ്, അതൊക്കെ നമുക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. പക്ഷേ ഒരു വലിയൊരു ലോട്ടറി എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കഴിഞ്ഞ 12 വർഷത്തെ എഫർട്ടിന്റെ ശ്രമഫലമായിട്ട് നമ്മുടെ കേരള ഫുട്ബോളിന്റെ ഏറ്റവും, അതായത് നമ്മൾ ഈ ISL നടക്കില്ല എന്ന് പറഞ്ഞു. ആ പറഞ്ഞ ആൾക്കാർ ഇപ്പോഴും പറയുന്നത് KSL നടക്കില്ല എന്ന്. പക്ഷേ KSL എന്ന് പറയുന്ന ഇത് കേരള ഫുട്ബോൾ അസോസിയേഷൻ, എസ്പെഷ്യലി നമ്മുടെ കേരള ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി അനിൽ സാറിന്റെ എഫർട്ട്, CEO മാത്യൂസ് അടക്കമുള്ളൊരു സപ്പോർട്ടിംഗ് സ്റ്റാഫ്, അതായത് കേരള ഫുട്ബോൾ അസോസിയേഷന്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫായിട്ട് വന്നവർ എടുത്ത ഹ്യൂജ് എഫർട്ട്. അതായത് ഒരു എഫർട്ട് നമ്മൾ എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാവില്ല. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ കേരള പ്രീമിയർ ലീഗിന് കുറച്ച് പോരായ്മകളൊക്കെ വന്നെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കേരള സൂപ്പർ ലീഗിന്റെ ആ ഒരു ഇതിന്, കാരണം കേരള സൂപ്പർ ലീഗ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഫുട്ബോൾ, അതായത് കേരളത്തിലെ ഫുട്ബോളിന്റെ ഒരു സ്റ്റേറ്റ് ആണ്. അവിടെ തീർച്ചയായിട്ടും കേരള സൂപ്പർ ലീഗ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മാതൃകയിൽ സക്സസ് ആവുമെന്നുള്ള വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. ഒപ്പം തന്നെ ഇതുപോലെ ഓരോ ക്ലബ്ബുകൾ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ നിലവാരം ഉയരും. അപ്പൊ കേരള ഫുട്ബോൾ അസോസിയേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ കോളം FC ഒരു ശ്രമഫലമായിട്ട് നമ്മുടെ തിരുവനന്തപുരം ജില്ലയ്ക്ക് ഒരു സൂപ്പർ ലീഗ് നമ്മൾ ഏകദേശ ധാരണയായി. ഉടൻ തന്നെ അതിന്റെ അനൗൺസ്മെന്റും കാര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് റിയലി ത്രില്ലാണ്. ഉറക്കം പോലും ഇല്ലാതെ അതിന്റെ പുറകെ ഓടുകയാണ്. അപ്പോൾ പക്ഷേ സങ്കടം ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മുടെ കളിക്കാർ വേണ്ട വിധത്തിൽ ഈ പ്രയോജനം. ഇന്നും ഞാനിപ്പോ ഒരു AC മിലാന്റെ ഒരു കോച്ചിന്റെ ഒരു സംസാരം, കേരളത്തിലെ AC മിലാന്റെ ഡെവലപ്മെന്റ്, AC മിലാൻ ഇറ്റാലിയൻ ക്ലബ്ബാണല്ലോ, അവരുടെ ഒരു കോച്ച് പറഞ്ഞൊരു വാക്ക് ഞാൻ കേട്ടായിരുന്നു. നമ്മുടെ ഇവിടെ എന്ത് ടൂർണമെന്റ് നടത്തിയാലും, അതായത് ഗ്രാസ് റൂട്ട് ഫെസ്റ്റിന് പോലും ചെറിയ കിഡ്സിനെ വിളിക്കുമ്പോൾ ആ കിഡ്സിന്റെ ടീം പോലും ചോദിക്കുന്നത് എത്ര രൂപയാണ് പ്രൈസ് മണി എന്ന്. പക്ഷെ ഞങ്ങളുടെ, അതായത് അയാളുടെ നാട്ടിൽ, അതായത് യൂറോപ്യൻ നാടുകളിൽ അവർ ചോദിക്കുന്നത് എത്ര കളി ഞങ്ങൾക്ക് കിട്ടും, ഞങ്ങൾക്ക് എത്ര മാച്ച് കിട്ടും, എത്രത്തോളം മാച്ച് കിട്ടും അത്രത്തോളം പ്ലേയേഴ്സ് ഇമ്പ്രൂവ് ആവും. അപ്പൊ അതിനെ മറികടന്നുകൊണ്ട് നമ്മുടെ കോൺസെപ്റ്റ് ഇന്നും കാശിന് അടിസ്ഥിതമാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ പ്രൊഫഷണൽ ലീഗൊക്കെ വന്നപ്പോഴത്തേക്കും, ഈ ഇന്ത്യൻ സൂപ്പർ ലീഗ് വന്ന കോടികൾ വാങ്ങിക്കുന്ന ഇന്ത്യൻ താരങ്ങൾ വന്നു. അപ്പൊ അത് മനസ്സിലാക്കാതെ ഗ്രാസ് റൂട്ട് തലത്തിലെ എത്ര ക്യാഷ് അവാർഡ് കിട്ടും എന്ന് ചോദിക്കുന്ന ഒരു കൾച്ചറിൽ നിന്ന് മാറി റിയലി പ്രൊഫഷണലിസം കൊണ്ടുവരുന്ന കേരള സൂപ്പർ ലീഗിന്റെ ഭാഗമാകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മൾ. ആ ഒരു സന്തോഷത്തിലാണ്, ആത്മവിശ്വാസത്തിലാണ്, ദൈവത്തിന്റെ നന്ദി പറയുന്നത്. ഓക്കെ, എന്നാലും ഈ കേരള സൂപ്പർ ലീഗ് KSL എന്ന് ബിനോസ് പറഞ്ഞ കാര്യം ഒരുപക്ഷെ എല്ലാ പ്രേക്ഷകർക്കും മനസ്സിലായെന്ന് അറിയില്ല. കേരളത്തിലെ ഒരു പുതിയൊരു സൂപ്പർ ഫുട്ബോൾ ലീഗ് വരികയാണ്. കേരള സൂപ്പർ ലീഗ് എന്നാണ് പേര്. അപ്പൊ അതിൽ വലിയ മുതൽ മുടക്കിലാണ് എന്നുള്ളതാണ്. ഒരു രാജ്യാന്തര നിലവാരത്തിലുള്ള പ്രൊഡക്ഷനൊക്കെ ഉൾപ്പെടുത്തി താരങ്ങൾ, വിദേശ കോച്ചസ് ഉൾപ്പെടെയുള്ള അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നത്. നമ്മൾ ഈ ISL കണ്ട വിദേശ താരങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെയാണ് അതിന്റെ നിലവാരം ഉയർന്നത്. നമുക്കിന്ന് നമ്മളിപ്പോ റാങ്കിങ്ങിൽ പിറകിൽ പോയി എന്ന് ആക്ഷേപിക്കുന്നവരുണ്ട്. പക്ഷെ റാങ്കിങ്ങിൽ പിറകിൽ പോയത് ശക്തരായ ടീമുകൾക്കെതിരെ പോരാടി തോറ്റുകൊണ്ടാണ്. നമ്മൾ ഓസ്ട്രേലിയക്കെതിരെയൊക്കെ കളിക്കാൻ പോകുമ്പോൾ പണ്ട് എത്ര ഗോള് വാങ്ങിക്കുമെന്നാണ്. ഇന്ന് നമ്മൾ പോരാടും. ആ പോരാട്ട വീര്യം നമ്മൾ കാണിച്ചതുമാണ്. ഈ പറഞ്ഞതുപോലെ ഈ പ്ലേയേഴ്സിന്റെ നമ്മൾ പൂർണ്ണമായ പ്രൊഫഷണൽ ആയിട്ടില്ല. ആ പ്രൊഫഷണലിസത്തോട് വരുന്നതിന്റെ ലക്ഷണം കണ്ടു തുടങ്ങി. തീർച്ചയായിട്ടും സമീപകാലത്ത് ഇന്ത്യൻ ഫുട്ബോൾ വളരും. കേരള സൂപ്പർ ലീഗ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേരള പ്ലേയേഴ്സിന് ഇന്ത്യൻ ലോക നിലവാരത്തിലേക്ക് എത്തും എന്ന് ഉറപ്പാണ്. ശരി, അപ്പൊ അങ്ങനെ KSL വരികയാണ്. KSL യാഥാർത്ഥ്യമാകുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ടീം ഉണ്ടാകും. അത് കോവളം FC ആവും. അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നേ ഉള്ളൂ. പക്ഷേ അതിന്റെ ഒരു സൂചന നൽകി എന്ന് മാത്രം. കോവളം FC അല്ല, കോവളം FC എന്താ പറയാ, ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന, കേരള പ്രീമിയർ ലീഗിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കളിക്കാരെ ഉൾപ്പെടുത്താൻ നമ്മളൊരു ബ്രിഡ്ജായിട്ട്, കാരണം പറഞ്ഞാൽ കോവളം FC അത്രത്തോളം ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇല്ല. കോവളം FC പറഞ്ഞ പോലെ കേരള പ്രീമിയർ ലീഗിന് ചെറിയ സ്പോൺസർഷിപ്പ് കൊണ്ട് നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു ക്ലബ്ബ് മാത്രമാണ്. അതിൽ നന്നായിട്ട് പെർഫോമൻസ് ചെയ്യുന്ന കളിക്കാരെ ഈ തിരുവനന്തപുരം ഫ്രാഞ്ചൈസിയിൽ അതിന്റെ
അതിന് വർക്ക് ചെയ്ത് നമ്മളാണെങ്കിലും മാത്യു സാറിന് അടക്കം അല്ലെങ്കിൽ കോവളവസിയുടെ ഇതാണെങ്കിലും അത് കോവളവസി ടീം എന്ന് പറയാൻ കഴിയില്ല. ഒരു ഫ്രാഞ്ചൈസ്, ആ ഫ്രാഞ്ചൈസിൽ എന്തായാലും കോവളവസിക്ക് നന്നായിട്ട് പെർഫോമൻസ് ചെയ്യുന്ന കളിക്കാര് നേരെ കേരള സൂപ്പർ ലീഗ് കളിക്കും അല്ലേ? ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു എല്ലാ ജില്ലയിൽ നിന്ന് ഓരോ ടീം അങ്ങനെയാണോ? എങ്ങനെയാണ് ഇതിന്റെ ഫ്രാഞ്ചൈസി? അതാണ് കോൺസെപ്റ്റ്. അപ്പൊ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ എന്റെ ഇൻഫർമേഷൻ അനുസരിച്ച് 6-7 ടീമുകളാണ് ഫസ്റ്റ് വർഷം കളിക്കുക. 3ാമത്തെ വർഷമാകുമ്പോൾ സ്വന്തം സ്റ്റേഡിയത്തിലോട്ട് കളി മാറണം. അതായത് കേരള ഫുട്ബോൾ അസോസിയേഷൻ എടുത്ത എഫർട്ട് ഹ്യൂജ് ആണ്. കാരണം നമുക്കിപ്പോ ട്രിവാൻഡ്രത്ത് ഫുട്ബോൾ സ്പെസിഫിക് സ്റ്റേഡിയം ഇല്ല. അപ്പൊ ആദ്യത്തെ വർഷം ചിലപ്പോൾ നമുക്ക് തിരുവനന്തപുരം ടീമിന് കളിക്കേണ്ടി വരും എറണാകുളത്താണ്. അതേ സെയിം സമയം തന്നെ അവരുടെ ഓഫറുണ്ട്. നമുക്ക് ഒരു 6.5 ഏക്കറോ 7 ഏക്കറോ സ്ഥലം കൊടുക്കുകയാണെങ്കിൽ ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം അവർ പണിത് തരും. ആ സ്റ്റേഡിയത്തിനകത്തായിരിക്കും 3ാം വർഷം മുതൽ നമ്മുടെ കളി. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് അനുബന്ധമായിട്ട് നിരവധി തൊഴിൽ സാധ്യതകൾ, അതായത് ഒരു സ്റ്റേഡിയം വന്നു കഴിഞ്ഞാൽ സ്റ്റേഡിയം നിർമ്മാണത്തിന്റെ അതല്ല ഞാൻ പറയുന്നത്, അത് കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് മാർക്ക് ചെയ്യാനും ഗ്രൗണ്ട് സംരക്ഷിക്കാനും അവിടുത്തെ സ്റ്റോറുകളായിരുന്നാലും അവിടെ വരുന്ന ഒരുപാട് നിരവധി ജോലി സാധ്യതയുള്ള തികച്ചും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് കേരള സൂപ്പർ. അപ്പൊ ഞാൻ വീണ്ടും അത് പറയാൻ ഉദ്ദേശിച്ചത് തന്നെ, നാളെ പറയും എബിൻ കള്ളം പറഞ്ഞു. കാരണം സ്വാഭാവികമായിട്ട് നമ്മുടെ ഈ ഫീൽഡ് അറിയാലോ. ഞാൻ പറഞ്ഞത് കോവളം എഫ്സിയുടെ ടീമല്ല, കോവളം എഫ്സി ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് തിരുവനന്തപുരത്തിന് ഒരു ഫ്രാഞ്ചൈസി രൂപീകരിക്കാനുള്ള അടിത്തറയിട്ടു. അതിന് കാരണം കോവളം എഫ്സിയുടെ കഴിഞ്ഞ 12 വർഷത്തെ പ്രവർത്തനവും എഫർട്ടും ആ കൺസിസ്റ്റൻസി. കേരള പ്രീമിയർ ലീഗിൽ നമുക്ക് ചിലപ്പോൾ കപ്പില്ല, ട്രോഫി ഇല്ല, പക്ഷെ നമ്മുടെ ആവറേജ് കളിക്കാരെ അല്ലെങ്കിൽ 21 വയസ്സിന് താഴെയുള്ള കളിക്കാരെ വെച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെയും മുത്തൂരിനെയും പോലെ മികച്ച ടീമിനെ തോൽപ്പിക്കുന്ന തുടർച്ചയായി ആ ഒരു കൺസിസ്റ്റൻസി പെർഫോമൻസ് കണ്ടിട്ടാണ് ഈ തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്ക് നമുക്ക് ഇങ്ങനെ ഒരു ടീം വേണം. അത് കോളേഴ്സിന്റെ എഫർട്ടാണ്. അപ്പൊ എന്താണല്ലേ നമുക്ക് ഈ കോളേഴ്സിന്റെ മറ്റ് കാഴ്ചകൾ നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് നടക്കണം വിജയേട്ടാ, അങ്ങോട്ടൊക്കെ പോകണം കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങള് താങ്ക് യു, വിശ്രമിക്കല്ലേ. ഇനി എന്താ അടുത്ത പ്ലാൻ എന്താ? വീട്ടിൽ പോവോ? ഇപ്പൊ ഇന്ന് എക്സാം ഇല്ല എല്ലാവർക്കും? ആർക്കൊക്കെ എക്സാം ഉണ്ട്? എക്സാം ഇല്ല. ഓക്കെ, പഠിക്കാനൊക്കെ ഇങ്ങനെ ക്ലാസ്സിലൊക്കെ കളി മാത്രമുള്ള പഠിക്കുകയും ചെയ്യുന്നു കേട്ടോ. പഠിക്കുവോ? എത്രാമതാ ക്ലാസ്സിൽ? അല്ലേ, ക്ലാസ്സിൽ എത്രാം സ്ഥാനത്താണ്? അതങ്ങനല്ല. ഗ്രേഡ് ആണെങ്കിൽ അതിനും പറഞ്ഞില്ല സ്കൂളിൽ പറഞ്ഞിട്ടില്ല. എന്നാ ശരി, കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം എല്ലാത്തിനും നീ ജയിക്കാറില്ലേ? പാസ്സാവും. എങ്ങനെയൊക്കെയുള്ള നന്നായി പിന്നെ അത് വേറെ ഏതെങ്കിലും ഈ ഫുട്ബോളിലാണ് വേറെ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? എന്റെ അത് എല്ലാവർക്കും ഫുട്ബോൾ മാത്രം ഇഷ്ടം. ഫുട്ബോൾ എണീറ്റ ഫുട്ബോൾ, കിടക്കുമ്പോഴും ഫുട്ബോൾ. രാത്രി കളിയൊക്കെ കാണോ? ഓക്കെ, അപ്പൊ എന്തായാലും ഇവര് നമുക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു മത്സരം കഴിഞ്ഞാൽ ടയർഡാണ്. അപ്പൊ ഇവര് വിശ്രമിക്കട്ടെ. കാരണം ക്ലാസ്സിൽ പോകണമല്ലോ, 8 മണിയായി, അവർക്ക് സ്കൂളിൽ പോകാൻ സമയം കൊടുക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് ഇവരെ ഞാൻ പറഞ്ഞയക്കുകയാണ്. അപ്പൊ നമ്മളും ഒരു ഇടവേളയിലേക്ക് പോകുന്നു. മോർണിംഗ് വൈബ്സ് ചെറിയ ഇടവേള എടുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം. ഇവിടുത്തെ കോൾ എഫ് സിന്റെ കുറെ കാഴ്ചകൾ കൂടി ഉണ്ട്. അത് വേറെ ഒന്നുമല്ല, ഇവിടെ ഒരു ഹോസ്റ്റൽ സൗകര്യമുണ്ട്, അവർക്കൊരു ചെറിയൊരു ജിംനേഷ്യം അതൊക്കെ ഉണ്ട്. നമുക്ക് അതിലേക്കൊക്കെ ഒന്ന് പോകാം. അവർ എടുക്കുന്ന ഒരു എഫേർട്ട് കാണിക്കാൻ വേണ്ടിയാണ്. ഒപ്പം നമുക്ക് ഇന്നത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തെ പറ്റി എബിൻ ടോസിനോട് ചോദിക്കുകയും ചെയ്യാം. മോർണിംഗ് വൈബ്സിന്റെ ഇടവേള. വീണ്ടും സ്വാഗതം മോർണിംഗ് വൈബ്സിലേക്ക്. മോർണിംഗ് വൈബ്സ് ഞാൻ പറയുന്ന പോലെ കോളം എഫ് സിയുടെ സ്വന്തം പ്രാക്ടീസ് ഗ്രൗണ്ടിലാണ്. കാണാം, വി ആർ കോളം എഫ് സി. അപ്പോ കോളം എഫ് സിന്റെ ടീം അംഗങ്ങൾ, അവിടുത്തെ കോച്ചസ്, എബിൻ റോസ് ഉൾപ്പെടെയുള്ളവരാണ് നമ്മോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിനിടയിൽ ഞാനൊന്ന് വീണ്ടും സ്റ്റുഡിയോയിലേക്ക് ഒന്ന് പോകണം. സ്റ്റുഡിയോയിൽ വാർത്തകൾ എന്തൊക്കെയാണെന്നൊക്കെ പറയാനായി അവിടെ അശ്വതിയും സംഘവും ഉണ്ട്. അശ്വതി, ഗുഡ് മോർണിംഗ്. കോവളത്തെ ഈ ഫുട്ബോൾ ക്ലബിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പൊ അവർ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരമൊക്കെ ഉള്ളതുകൊണ്ട് അവർ രാവിലെ തന്നെ ഫുട്ബോളുമായി സജീവമാണ്. അപ്പോ എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട നമ്മുടെ വാർത്തകൾ? ഇനി വരും മണിക്കൂറുകളിൽ നമ്മൾ വാർത്തകളിലേക്ക് കയറുകയാണല്ലോ. തീർച്ചയായിട്ടും എൽദോ, നമ്മളിപ്പോൾ രാവിലെ ഒരു ദിവസം തുടങ്ങുമ്പോൾ ഈ എൽദോയുടെ മോർണിംഗ് വൈബ്സ് ഇന്നിപ്പോൾ അവിടെ കുട്ടികളെ ചെന്നിട്ട് അവിടെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് പറയുമായിരുന്നു, കുഞ്ഞുങ്ങൾ ചെറിയ തെറ്റൊക്കെ പറയുമ്പോൾ അത് വലിയ തെറ്റായിട്ട് അവിടെ നീ മാറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ലൈവായിട്ട് തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇന്നിപ്പോൾ ഞങ്ങൾ ഡെസ്കിലുള്ളത് ഞാനുണ്ട്, സുവിചേച്ചിയുണ്ട്, മനുചേട്ടനുണ്ട്, KP അഭിലാഷുണ്ട്. അഭിലാഷ് ഏട്ടനെ ഞാൻ വിളിക്കാറില്ല. അപ്പോൾ ഞങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇവരാണ് ഞങ്ങളെ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് രാവിലെ വരുമ്പോൾ നമുക്ക് തോന്നുന്ന വാർത്തകളായിരിക്കില്ല. അതെ നമ്മളെ സ്വാഭാവികമായിട്ട് രാവിലെ വരുമ്പോൾ നമുക്ക് തോന്നുന്ന വാർത്തകളായിരിക്കില്ല പിന്നെ ഡെവലപ്പ് ചെയ്യുന്നതെന്നുള്ളതാണ്. അത് പലപ്പോഴും നമുക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്, അല്ലേ മനുഷ്യട്ടൻ? നമ്മൾ വിചാരിക്കും ആ വാർത്തയാണ് ഇന്നത്തെ പ്രധാന വാർത്തയെന്ന്. പക്ഷേ ചില സമയത്ത് വാർത്തകളൊക്കെ ബേലൂർ മഗ്നയെ പോലെയുള്ള ആളുകളൊക്കെ ആനകളൊക്കെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്ന ഒരു വാർത്തകൾ? പ്രത്യേകിച്ച് CPM-ന്റെ ഇത് ചേരുന്നുണ്ട്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, പ്രധാനമായി ഇനിയിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ചൂട് വല്ലാതെ വർദ്ധിക്കുന്നൊരു സാഹചര്യമാണ് വരാൻ പോകുന്നത്.
അപ്പോൾ സ്ഥാനാർത്ഥികൾ ആര് എന്നറിയാനൊക്കെയുള്ള ജിജ്ഞാസ വോട്ടർമാർക്കും രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ താല്പര്യരായ ആളുകൾക്കും സ്വതവേ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 15 സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടികയിൽ ഒരു ധാരണയാകും എന്നാണ് പൊതുവെ കരുതുന്നത്. ഇതിനിപ്പോൾ ജില്ലാ കമ്മിറ്റിയിലേക്ക് പോയതിനു ശേഷമായിരിക്കും ആ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകേണ്ടതൊക്കെ. ഏതായാലും ഈ 15 സ്ഥാനാർത്ഥികളാണ് CPM ഇത്തവണ മത്സരരംഗത്ത് ഇറക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഒപ്പം 4 CPI സ്ഥാനാർത്ഥികളുണ്ടാകും. കേരള കോൺഗ്രസ് ഓൾറെഡി അവരുടെ സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോട്ടയത്ത് മത്സരമുഖത്ത് ആരൊക്കെ ഉണ്ടാകുന്നതെന്നുള്ള ഏറെക്കുറെ ഒരു ചിത്രം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അവിടെ ഘടകകക്ഷികളുടെ ഒരു പോരായിരിക്കും, അല്ലെങ്കിൽ കുറേ കാലത്തിന് ശേഷം കേരള കോൺഗ്രസ്സുകാർ പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും എന്നുള്ളതൊക്കെ വലിയ ആവേശത്തോടു കൂടിയാണ് ആളുകൾ കാണുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഈ പ്രധാനമായും ഇപ്പോൾ കൊല്ലം, അതുപോലെ ആറ്റിങ്ങൽ, കണ്ണൂർ KK ശൈലജ ടീച്ചർ കണ്ണൂർ മത്സരിക്കുമോ, വടകര മത്സരിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യം ആളുകൾക്കിടയിലുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചൊക്കെ എന്നുള്ളൊരു ധാരണകൾ പുറത്തു വരും. ഒരുപക്ഷെ ഇതിൻ്റെ പട്ടികൻ്റെ വിവരങ്ങൾ VV അരുൺ നമുക്ക് അത് പെട്ടെന്ന് നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ പോകാൻ കഴിയായിരിക്കും. ഏതായാലും മറ്റിടങ്ങളിലുമൊക്കെ ഇപ്പോൾ ഇവിടെ മാത്രമല്ല, രാജ്യമെമ്പാടും സ്ഥാനാർത്ഥികളുടെ ഒരു പ്രഖ്യാപനം പലയിടത്തു നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആപ്പാണ് ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. മുന്നണി ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ആ മുന്നണി മര്യാദകളൊക്കെ ലംഘിച്ചാണ് അവർ സൗത്ത് ഗോവയിലും അതുപോലെ ഗുജറാത്തിൽ 2 ബറൂച്ചിലും ഭാവ്നഗറിലും ഒക്കെ സ്ഥാനാർത്ഥികളെ അവർ നേരത്തെ കൂട്ടി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത് ചർച്ചയാകുന്നത്, ധാരണയാകുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥികൾ വരുന്നു എന്നുള്ള വിഷയം. അതുപോലെ ഇപ്പോൾ നാഷണൽ കോൺഫറൻസിൻ്റെ പിന്തുണ ഇന്ത്യ മുന്നണിക്കുണ്ടോ എന്നുള്ള ഒരു സംശയം വരുന്നു. ചേട്ടൻ അവലോകനത്തിലേക്കൊക്കെ പോയിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, ഇതിപ്പോൾ ആളുകൾ രാവിലെ എന്താണ് വാർത്തയെന്ന് അറിയാനാണ് വെക്കുന്നത്. നിങ്ങൾ ഈ ഇലക്ഷൻ ചാനൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടും കുറേ ഡേറ്റാസ് ഇങ്ങനെ തള്ളി വരുന്നത് കൊണ്ടുണ്ട് മഞ്ചേട്ടൻ എപ്പോഴും അറിവ് കൂടിപ്പോയതിന്റെ കുഴപ്പമാണെന്ന്. അപ്പോൾ നമ്മൾ അതെല്ലാം പ്രതീക്ഷിക്കുന്നു. അതെ, അവിടെയൊക്കെ പുതിയ സ്ഥാനാർത്ഥികൾ ഒക്കെ വരുന്നു. CPMന്റെ സ്ഥാനാർത്ഥികൾ ആര്, അതുപോലെ സ്വതന്ത്രർ അല്ലെങ്കിൽ പൊതുസമ്മതരായ ആളുകൾ വരുമോ, അങ്ങനെയൊക്കെയുള്ളൊരു ചോദ്യം എപ്പോഴും CPM സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുണ്ട്. നമ്മുടെ പണ്ടൊരു ക്രിസ്റ്റി ഫെർണാണ്ടസ് ഒക്കെ വന്നല്ലോ. അപ്പോൾ അതുപോലെ ഏതെങ്കിലും പുതിയ സ്വതന്ത്രർ അല്ലെങ്കിലും പൊതുസമ്മതരായ ആളുകൾ വരുമ്പോൾ മുതിർന്ന നേതാക്കൾ എത്ര മത്സരിക്കും, യുവാക്കൾക്ക് എത്ര പ്രാതിനിധ്യം കിട്ടും, സ്ത്രീകൾ ആരൊക്കെ ഉണ്ടാകും, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ എല്ലാവരും. കാരണം വനിതാ സംവരണത്തെയൊക്കെ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ നടത്തുന്ന സാഹചര്യത്തിൽ ഇത് സ്ത്രീകൾ ആയിഷ പോറ്റി മത്സരിക്കുമോ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വലിയ തോതിൽ ഇന്ന് ഉയർന്നു വരും. ഇത് വലിയ അപകടങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് കൂടുതൽ നമുക്ക് നമ്മളെപ്പോഴും പറയുന്ന പോലെ വാർത്തകൾ അപ്രതീക്ഷിതമാണ്. അത് വരുന്ന സമയവും കാലവും നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഈ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഭാരത് ബന്ദിന്റെ കാര്യമാണ്. അവധിയുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ യൂട്യൂബിൽ കണ്ടു. അപ്പം നമ്മളെ അത് വലിയ രീതിയിൽ ബാധിക്കില്ല എന്നുള്ളതാണ് ഒന്ന് പറയാനുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും. വലിയ രീതിയിൽ നമ്മളെ ജനജീവിതത്തെ ഒന്നും ബാധിക്കാനുള്ള ഒരു സാധ്യതയില്ല, അത് പറയുന്നു പ്രേക്ഷകരോട്. മറ്റൊന്ന്, ഇന്ന് നമ്മൾ വലിയ വാർത്തയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, വീണ വിജയൻ ഇന്ന് നിർണായകമാണെന്നുള്ളതാണ്. KP അല്ലേ, നമ്മൾ എങ്ങനെയാ ആ വാർത്തയെ നമ്മൾ കാണുന്നത്? ആദ്യമേ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ സമപ്രായക്കാർ പരസ്പരം ചേട്ടാ ചേച്ചി എന്നൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. അല്ല, അങ്ങനെയല്ല. സമപ്രായക്കാർ എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു സംഘർഷത്തിന് സാധ്യതയുണ്ട്, അതുകൊണ്ട് നമുക്ക് ആവശ്യം. അപ്പോൾ വാർത്തയിലേക്ക് വന്നാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ബേലൂർ ഭഗ്ന പിടി തന്നാൽ നമ്മുടെ കയ്യിൽ നിന്നെല്ലാം പോകും. ഇന്നിപ്പോൾ ആ വാർത്തയിലേക്ക് അങ്ങ് ഫോക്കസ് ചെയ്യേണ്ടി വരും. ഇത് തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നല്ലേ. ഈ ഡോക്ടർ അരുൺ ഉണ്ടല്ലോ, അതായത് അരുൺ സക്കറി ഇതിലൊരു വിദഗ്ധനാണ്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും പരിചിതനായ വ്യക്തിയാണ്. അദ്ദേഹം കളത്തിലേക്ക് എത്തുന്നു എന്നാണ്. അതുകൊണ്ട് ആന ഇറങ്ങി വരുമോ എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ അപ്രതീക്ഷിതമല്ല എങ്കിൽ വീണ വിജയൻ്റെ വാർത്തയായിരിക്കാം ഒരുപക്ഷെ ഇന്ന് കൂടുതൽ ചർച്ചയിലേക്ക് വരുന്നത്. അത് പക്ഷേ ഉച്ചയ്ക്ക് 2:30 കർണാടക ഹൈക്കോടതിയുടെ വിധി. എന്തായാലും ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ SFIയുടെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. അതിന് സാധ്യത കാണുന്നില്ല. ഹർജി തള്ളാൻ തന്നെയാണ് നിലവിലെ സാധ്യത. അങ്ങനെയെങ്കിൽ അത് വീണ്ടും ഈ മനുച്ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചു, അതായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കളം കൂടിയാണല്ലോ. അതിനിടയിൽ ഇത് കൂടുതൽ വാർത്തയ്ക്ക് കൂടുതൽ ചർച്ചയാവുന്ന ഒരു വാർത്തയായി വരാം. ഒരുപക്ഷെ വൈകിട്ടത്തെ ചർച്ചയൊക്കെ അതിലേക്ക് അനുകൂലമായി വന്നാൽ അവർക്കൊരു വലിയ ആശ്വാസമാകും. അഭിലാഷ് പറഞ്ഞ പോലെ സാധ്യത വളരെ കുറവാണ്, എങ്കിലും വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ആശ്വാസമാകും. കാരണം CPMനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വീണ വിജയന് നേരെ ഇങ്ങനെ ഒരു പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു എന്നത് അതൊരു വലിയ പ്രശ്നമാണ്. പ്രതിരോധത്തിലാക്കിയിട്ടുമുണ്ട് ഒരു കണക്കിന് വരെ. മുഖ്യമന്ത്രി പലപ്പോഴും ഇത് തൻ്റെ കമല ഇൻ്റർനാഷണലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാണ് ഇതിനെ പ്രതിരോധിക്കുന്നതെങ്കിലും പാർട്ടി അണികൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പത്തിന് ഇത് വഴിവെച്ചിട്ടുണ്ട്. 2:30 കാര്യം പറയാനുള്ളത്, ഈ എൽദോയാണല്ലോ അവതരിപ്പിക്കുന്നത്. എൽദോ സ്പോർട്സിൻ്റെ ആളാണ്.
നമ്മളെ സംബന്ധിച്ചിടത്തോളം ISL ഉണ്ട്, അത് ന്യൂസ് 18 തത്സമയമുണ്ട് എന്നതും മാത്രമേ ഉള്ളൂ തത്സമയം ഉണ്ടാവുള്ളൂ. എന്തായാലും വൈകിട്ട് നമ്മളുടെ കടം സ്പോർട്സിലേക്ക് തന്നെയായിരിക്കും. അതെ, നമ്മൾ രാവിലെ ഇന്ന് തുടങ്ങിയത് സ്പോർട്സിൽ നിന്നാണെന്നുള്ളതാണ് ഇന്നത്തെ മറ്റൊരു പ്രത്യേകത. മറ്റൊരു വാർത്തയുള്ളത്, ഇന്നലെ ഗാസയിലെ നാസർ ആശുപത്രിയിൽ ഇസ്രായേൽ റെയ്ഡ് നടത്തിയിരുന്നു. അപ്പോൾ അതിലെന്തോ ഒരു ഫോളോ അപ്പ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അതിന്റെ വാർത്ത നമുക്ക് സുവിച്ചേച്ചി, എന്താണ് അതിന്റെ ഒരു സംഭവം? ഇന്നലെ വൈകിട്ടാണ് തെക്കൻ ഗാസയിലെ ഖാൻ യൂണിസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പത്രിയാണ് അവിടുത്തെ നാസർ ഹോസ്പിറ്റൽ. അവിടെ റെയ്ഡ് നടത്തുകയാണ് ചെയ്തത്. പെട്ടെന്ന് തന്നെ വളഞ്ഞു. അവിടെ നിരവധി ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി പെട്ടെന്ന് തന്നെ അവിടെ വളഞ്ഞു. ആ രീതിയിൽ ഉള്ള ആക്രമണമായിരുന്നു. ഒപ്പം തന്നെ 24 മണിക്കൂറിനകം അവിടെ നിന്ന് രോഗികളോടും ജീവനക്കാരോടും പുറത്തു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇപ്പോൾ അവിടെ റെയ്ഡ് നടത്തി. ആ റെയ്ഡിൽ ഹമാസ് പ്രവർത്തകരെ 12ഓളം ഹമാസ് പ്രവർത്തകരെ പിടികൂടി എന്നൊരു അവകാശവാദവുമായിട്ട് ഇസ്രായേൽ സേന വന്നിട്ടുണ്ട്. എന്നാൽ ഈ വാദം ഇത് ഹമാസ് പ്രവർത്തകരല്ല എന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത്. ഈ പുതിയൊരു ഡെവലപ്മെന്റ് അതിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് അന്താരാഷ്ട്ര ലോകത്തു നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത. അശ്വതി. ശരി ചേച്ചി. അപ്പൊ സുചേച്ചി രാവിലെ സുചേച്ചി നല്ല സുന്ദരിയായിട്ട് വന്നിരിക്കുകയാണ് ഡെസ്കിൽ. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് രാവിലെ ന്യൂസ് ഡെസ്കിൽ നമ്മൾ വിചാരിക്കുന്ന വാർത്തകളായിരിക്കില്ല ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് വയനാട്ടിലെ ഈ വന്യജീവി ആക്രമണം നമ്മൾ ഇവിടെ ഇരുന്ന് നമ്മൾ പറയുന്ന പോലെ അല്ല അവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പം കൂടുതൽ പേര് ഡെസ്കിലേക്കൊക്കെ ജോലിക്കായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എൽദോ, നമ്മൾ വിചാരിക്കുന്ന പ്രതീക്ഷിക്കുന്ന വാർത്തകൾ ഇതൊക്കെയാണ്. മറ്റൊരു വാർത്തയുള്ളത്, കോടതി വാർത്തയുള്ളത്, നമ്മുടെ തൃപ്പൂണിത്തുറ സ്ഫോടനത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഇന്ന് ഹൈക്കോടതിയിലേക്ക് പ്രദേശവാസികൾ ഹർജി നൽകുന്നുണ്ട്. തകർന്നു കിടക്കുകയാണ് ഒരു പ്രദേശം മൊത്തം. അപ്പോൾ അവരുടെ ഹർജി അങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ളത്. മറ്റൊന്ന്, മസാല ബോണ്ടിലെ ഫെമ നിയമലംഘനം പരിശോധിക്കാനുള്ള ED സമ്മൻസ് ചോദ്യം ചെയ്തുകൊണ്ട് തോമസ് ഐസക്കിന്റെ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ടെന്നുള്ള കോടതി വാർത്തകൾ അതൊക്കെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഇനി അങ്ങോട്ടുള്ള നിമിഷങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ മറ്റൊന്ന് യൂട്യൂബില് കമന്റ് വരുന്നുണ്ട്. ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കുമ്പോ എൽദോ ചേട്ടൻ സൂപ്പർ, സ്പോർട്സ് നന്നായി ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് എൽദോ പറഞ്ഞിടിച്ച കമന്റ് ആണെന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും യൂട്യൂബില് അവധിയുണ്ടോ എന്നുള്ള ചോദ്യത്തിനൊപ്പം വരുന്നത് എൽദോ ചേട്ടൻ സ്പോർട്സ് നന്നായി ചെയ്യുന്നു എന്നാണ് കേട്ടോ. അതിലെ അശ്വതി അതിൽ മുക്കി. അശ്വതി അങ്ങനെയല്ല കമന്റ്. എൽദോ ചേട്ടൻ ഒരു കില്ലാടി തന്നെ, അങ്ങനെയാണ്. അരുൺ കൃഷ്ണ ആണ് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അതൊന്നും വായിക്കാണ്ട് അശ്വതി എൽദോ ചേട്ടൻ സൂപ്പർ ലൈറ്റ് ചേട്ടങ്ങ് വിടല്ലേ, കില്ലാടി എന്നാണ് പറഞ്ഞത് അരുൺ കൃഷ്ണ. ആയിക്കോട്ടെ, അപ്പൊ കില്ലാടി ബാക്കി അവിടെയുള്ള വിശേഷങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക്. മറ്റൊന്ന് അർജുൻ നായരാണ്, അവർ ടീം കോൾ ഓഫ് സി. ഓക്കെ, അപ്പോ അവർ ടീം കോൾ ഓഫ് സി അർജുന്റെ മെസ്സേജ് ആണ്. അപ്പോൾ ഇതുപോലെ പ്രേക്ഷകർക്ക് പ്രതികരിക്കാം. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, വി ആർ കോൾ ഓഫ് സി. കോൾ ഓഫ് സിക്കൊപ്പമാണ് നമ്മളിപ്പോൾ രാവിലെ പ്രഭാതകേരളം മോർണിംഗ് വൈബ് ചേരുന്നത്. എബിൻ റോസ് തുടരുന്നുണ്ട്. നമുക്ക് ഈ ഇവിടുത്തെ മറ്റു രാഷ്ട്രീയങ്ങളൊക്കെ ട്രോഫികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മള് ഈ സെവൻസിന് കളിക്കുന്ന ടീമുകൾക്ക് നിരവധി ട്രോഫികൾ കാണിക്കാനും ഷോക്കേസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ കളിക്കുന്ന 11 സൈഡ് ഫുട്ബോളിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഓൾ ഇന്ത്യ ടൂർണമെന്റ്സ് അടക്കം മധ്യപ്രദേശിലെ റെയിൽവേ പോലുള്ള വലിയ ടീമുകളെ തോപ്പിച്ചിട്ട് ഓൾ ഇന്ത്യ ടൂർണമെന്റ് അടക്കം വിൻ ചെയ്തിട്ടുള്ള ഒരു ടീമാണ്. ഇതൊക്കെ നമ്മളിപ്പോ പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്ത് വരുന്നു. ഇത് നമ്മളെ സപ്പോർട്ട് ചെയ്ത KPL സപ്പോർട്ട് ചെയ്ത ഫെഡറൽ ബാങ്കിന്റെ JC ലോഞ്ചിങ് ആയിരുന്നു. അങ്ങനെ ഒരു ചെറിയൊരു ഓഫീസ് സെറ്റപ്പ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും പ്രൊഫഷണലുകളല്ല, നമ്മളൊരു സെമി പ്രൊഫഷണലുകളാണ്. നമ്മുടെ കുട്ടികളെ പ്രൊഫഷണൽ തലത്തിലൂടെ വളർത്തിയെടുക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യം മാത്രമാണ് നമുക്കുള്ള. നമ്മൾ ഭംഗിയായിട്ട് നിറവേറ്റുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഈ വരുന്ന ഡെവലപ്മെന്റുകളൊക്കെ. പിന്നെ നമ്മൾ പറയുന്ന പോലെ ഇത് ഓഫീസ് ചെറിയൊരു ഓഫീസാണ്. അറിയാം, കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് കുട്ടികളെ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ പൂർണ്ണമായ ആ തലത്തിലോട്ട് എത്തിയിട്ടില്ലെങ്കിൽ പോലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ എഫർട്ട് എന്താണെന്ന്. ഇത് ഒരു കൈയടിക്കോ ഒരു ശൈലിയാണ്. ശരിക്കും നമ്മള് ഞാൻ കുറച്ച് ഫിലോസഫിയിലോട്ട് പോകുന്നതല്ല. ഇന്ത്യ എന്തുകൊണ്ട് വികസിതമാവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഠന പദ്ധതിയുടെ ഭാഗമായിട്ട് കായിക മേഖലയ്ക്കുള്ള ആ ഒരു പങ്കാളിത്തം നമ്മൾ ഇന്നും അംഗീകരിച്ചിട്ടില്ല. വിദേശ രാജ്യങ്ങളിൽ ഇതിന് ഈക്വലി ചാൻസസ് കൊടുത്തുകൊണ്ട് അവരെ കളിയിലും പഠിത്തത്തിലും ഒരേപോലെ കൊണ്ടുപോയിട്ട് അവന്റെ കഴിവനുസരിച്ച് മറ്റുള്ള മേഖലകളിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മളിപ്പോഴും 100% മാർക്ക്. പക്ഷെ നീ 100% മാർക്ക് വാങ്ങിച്ച് നമ്മുടെ രാജ്യം എന്തുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് എന്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യുന്നില്ല, നമ്മൾ ഇന്നും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നുള്ള. അവിടെയാണ് നമ്മൾ പറയുന്ന പോലെ ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും.
ആരോഗ്യ മനസ്സിലെ ഇത് രണ്ടും റിലേറ്റഡ് ആണ്. അപ്പൊ അത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം വരണം. ഈ ഫുട്ബോൾ വിഭാവനം ചെയ്യുന്ന അത് തന്നെയാണ്, ഒരു ഹെൽത്തി ക്യാരക്ടറും മറ്റുള്ള കാര്യങ്ങൾ. അത് തന്നെ ആണ് കോളേജ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോളേജിലെ കുട്ടികളെ കളിയിൽ മാത്രമല്ല പഠനത്തിലും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് വരുന്നത്. അതായത് ഈ കോളമസി ടീമിന്റെ ഒരു പ്രത്യേകത, അവർ ഈ ഫുട്ബോൾ ഇതിനുള്ള പ്രാക്ടീസ് കൊടുക്കുന്നു, അവർക്കുള്ള ഇതൊക്കെ ചെയ്യുന്നു, ഒപ്പം തന്നെ പഠനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ കാണുന്നത്. ഈ പഠനത്തിന് വേണ്ടി അവർ തയ്യാറാക്കിയ ഒരു സ്ഥലമാണ് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ കുട്ടികൾ ഇവിടെ ഈ ട്രെയിനിങ് കഴിഞ്ഞാൽ നേരെ ഇങ്ങ് വരും അവർ ഫ്രഷ് ആയിട്ട്. ട്രെയിനിങ് നമുക്കറിയാം, നമ്മളിനി അടുത്ത് പോകാൻ നമ്മുടെ ഹോസ്റ്റലിലോട്ടാണ്. ആ ഫെസിലിറ്റീസ് കാണുമ്പോൾ പറയാം, അതാ ഞാൻ പറയുന്നത്, വളരെ അഭിമാനത്തോടുകൂടി പറയാണ്. ഈ ഹോസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെ അല്ല. നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ ഫെസിലിറ്റീസ്. പലപ്പോഴും കോളേജിയുടെ മുൻകാല താരങ്ങൾക്ക് പറയാൻ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഇന്ന് നമുക്ക് ലിമിറ്റേഷൻസ് ഇല്ല അവരെ പഠിപ്പിക്കാൻ. ഇത് കേരള ഫുട്ബോൾ അസോസിയേഷനായിട്ട് ചേർന്ന് നമ്മൾ നടത്തിയ കോച്ചസിന്റെ കോഴ്സാണ്. അപ്പൊ ഇത് കോച്ച് എഡ്യൂക്കേഷൻ കളിക്കാരെ മാത്രമല്ല, നമ്മൾ വരുന്ന അപ്പൊ നമ്മളെ പദ്ധതികൾ എന്ന് പറഞ്ഞാൽ ഒരു ഫുട്ബോൾ കോളേജ് കൊണ്ട് ഇത്രയൊക്കെ സാധിച്ചു. തീർച്ചയായിട്ടും KSLൊക്കെ വരുമ്പോഴത്തേക്കും ഇതിന്റെ ലെവല് മാറും, റിയലി പ്രൊഫഷണലായിട്ട് മാറുന്നല്ലേ. ഓക്കെ, എന്തായാലും അപ്പോ ഇവിടെ കുട്ടികൾക്ക് ചെറിയൊരു ട്യൂഷൻ സൗകര്യം ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ട്യൂഷൻ സൗകര്യത്തിനും പഠനത്തിനും ഒക്കെ ആയിട്ടാണ് ഇവരൊരു സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ തൊട്ടടുത്ത് ഗ്രൗണ്ടിനോട് ചേർന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു ക്ലാസ് റൂം സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതൊരു സ്കൂളിന്റെ ക്യാമ്പസ് ആണ്. സ്കൂളിന്റെ ക്യാമ്പസ് ഇവർ ഏതാണ്ട് 25 വർഷത്തേക്ക് പാട്ടത്തിനടുത്ത് ആണ് ഇത് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായി നമ്മൾ ഈ സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെ ഒരു എന്താ പറയുക ഹോസ്റ്റൽ സൗകര്യമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ കളിക്കാൻ നേരത്തെ കണ്ട കുട്ടികളുണ്ടല്ലോ, അവർ മലപ്പുറത്തു നിന്നുള്ളവരുണ്ട്, കൊല്ലത്തു നിന്നുള്ളവരുണ്ട്, കാസർഗോഡുണ്ട്, അങ്ങനെ പലയിടത്തുള്ളവരുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെയാണ് നമ്മൾ പലയിടത്തുള്ള ആളുകൾ കണ്ടു. അപ്പോൾ അവർക്കൊക്കെ താമസിക്കാൻ പറ്റിയ ഒരു ഹോസ്റ്റൽ സൗകര്യം. നമുക്ക് ഹോസ്റ്റലിലേക്ക് ഒന്ന് പോയാലോ എം ചേട്ടാ? ഈ ഹോസ്റ്റലുണ്ട്. അപ്പൊ ഹോസ്റ്റൽ ആ കാഴ്ചകളിലേക്ക് പോകാം. ഒപ്പം തന്നെ ഞാൻ എബിൻ ചേട്ടനോട് ഇന്നത്തെ ISL മാച്ചിന്റെ കാര്യം കൊണ്ടൊന്ന് പറയട്ടെ. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ FC ഏറ്റുമുട്ടുന്നു. കഴിഞ്ഞ 2 മത്സരത്തിലും അത്യാവശ്യം മോശമായിരുന്നു പ്രകടനം, 2ലും തോറ്റു. പ്രത്യേകിച്ച് ലാസ്റ്റ് മാച്ച് ഇവാൻ വുക്കുമനോവിച്ച് പറഞ്ഞത് ഏറ്റവും മോശം കളിയാണ് താൻ വന്ന ശേഷം ഉണ്ടായതെന്നാണ്. എന്താണ് തോന്നിയത്? ഒന്ന് അറിയാലോ, ഫുട്ബോള് അതാത് ദിവസങ്ങളിലുള്ള റിസൾട്ട് ഇമ്പോർട്ടന്റ് ആണ്, അതാത് ദിവസമുള്ള മൂഡ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് അനുസരിച്ച്. അപ്പൊ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന കളിയില്ല. വലുതും ചെറുതുമായ ടീമാണ് നമ്മൾ കണ്ട പഞ്ചാബ് FC തോറ്റു. പക്ഷെ അതിന് എനിക്ക് ഓർമ്മ വരുന്നത്, ഞങ്ങൾ വിവാഹ കേരളയുമായിട്ട് I-ലീഗ് കളിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏകദേശം നാലാമത്തെ അതായത് 3-4 പൊസിഷനിലെത്തി. നമ്മളന്ന് ഇന്നും ത്രില്ലടിക്കുന്ന ഒരു ഓർമ്മയാണ് മോഹൻ ബഗാനെ അവരുടെ ഗ്രൗണ്ടിൽ 3-1 വെച്ച് തോൽപ്പിക്കുന്നതും. അന്ന് ബൈച്ചുംകുട്ടി അടക്കം മാർക്ക് അന്ന് ഞാൻ ഡിഫൻസീവ് പൊസിഷനിൽ കളിക്കുകയായിരുന്നു. ഡൌഡ് ഹാർട്ട് എന്ന കോച്ച് വന്ന് കലംബ സിംഗിനെ എന്നെയും ഇന്ത്യൻ ടീമിലേക്ക് ക്യാമ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ത്രില്ലിംഗ് ഇതുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഈ മാലദ്വീപിലേക്ക് പ്രശ്നങ്ങൾ കാരണം ആ ടൂർണമെന്റ് നടക്കാൻ പോയതാണ്, ആ ക്യാമ്പ് ഇത് ചെയ്തില്ല. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷത്തുള്ള വിവയുടെ പ്രകടനമാണ്. വിവ അതിനുശേഷം റെലഗേഷൻ ആയിപ്പോയി. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബെഞ്ച് സ്ട്രെങ്ത് ഇമ്പോർട്ടന്റ് ആണ്. ഈ തുടക്കത്തിൽ ഒരു ഇത് കഴിഞ്ഞാൽ ഈ നമ്മുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും പഠിച്ചുകൊണ്ട് കൂടുതൽ കളിക്കാരെ ആ പൊസിഷനുകളിലോ അല്ലെങ്കിൽ എതിർ ടീമിന്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും മനസ്സിലാക്കി അവർക്കെതിരെയുള്ള ഒരു സിസ്റ്റം ഒക്കെ രൂപീകരിക്കുമ്പോൾ അതിന് ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു വിക്രമിച്ച് നമ്മുടെ കോച്ചിന്, അതായത് നമ്മളിന്ന് ഏറ്റവും വലിയ സ്റ്റാർ, ഇന്ന് ഫിലിം സ്റ്റാറിനെക്കാളി അല്ലെങ്കിൽ കേരളത്തിലെ ഏതൊരാളെക്കാളും ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോൾ മേഖലയിലെ സ്റ്റാർ എന്ന് പറയുന്നത് വുക്കലോമിച്ച് ആണ്. അപ്പൊ അദ്ദേഹത്തിന് ഇത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിപ്പോ ഇത് നമുക്ക് ഫെഡറൽ ബാങ്ക് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത ബസ്സാണ്. 2-3 വർഷമായി ഈ ബസ്സിലാണോ ഇപ്പൊ യാത്രയൊക്കെ ചെയ്യുക? അതെ, കളിക്കാൻ പോകുന്നു, മെയിൻ മാച്ചസ് കളിക്കാൻ പോകുന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാലോ. നമുക്ക് എല്ലാം നിർമ്മിക്കാൻ എളുപ്പമാണ്, പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ആണ്. കളിക്കാൻ പോകാൻ മാത്രമല്ല, നമ്മൾ ഈ കുട്ടികളുടെ എഡ്യൂക്കേഷൻ പരമായിട്ട് ഭാഗങ്ങളായിരുന്നാലും നമുക്ക് ഇത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അവർ ഫെഡറൽ ബാങ്ക് തന്നിരിക്കുന്നത് ഈ കുട്ടികളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അവരെ CSR പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അവരോട് നന്ദി. അവരുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് കേരള പ്രീമിയർ ലീഗിലുള്ള മാച്ചെങ്കിലും കളിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും പോകുന്നത് ഇപ്പോൾ കോളേജിന്റെ ഹോസ്റ്റലിലേക്കാണ്. ഹിരൺ കുറെ നേരമായി പിറകിലേക്ക് നടക്കുന്നു. അസാധ്യമായിട്ട് ഹിരൺ ഷാ പുറകിലേക്ക് നടക്കുകയാണ്. അപ്പൊ എന്താണെങ്കിലും ഹിരൺ ഷാ തട്ടി വീഴാൻ നോക്കുക. ഞങ്ങളുടെ ക്യാമറമാനാണ് ഹിരൺ. അപ്പോ ഈ കാണുന്നതാണ് ഹോസ്റ്റലല്ലേ, ഈ കോളേജിലെ ഹോസ്റ്റൽ കാണുന്നത്. കോളേജിയുടെ ഹോസ്റ്റലിന് വേണ്ടിയിട്ട് നമ്മുടെ മാത്യൂസ് സാറിന്റെ
സംഭാവന നൽകിയ അല്ലെങ്കിൽ ആ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്നതിലേക്ക് തോമസ് ആൻഡ് സാറ കൈലാത്ത് എന്ന് പറയുന്ന ഈ റെസിഡൻസ് നമുക്ക് ശരിയാക്കി തന്ന അവരുടെ സംഭാവന. അതായത് മാത്യു സാറിന്റെ ലോങ് വിഷനാണ്. സാറിന് സത്യം പറഞ്ഞാൽ നമ്മൾ സാറ് ആഴ്സണലുമായിട്ടൊക്കെ തന്നെ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവരൊരു ടൈപ്പിനുള്ള വശങ്ങളിലാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആ മനുഷ്യന്റെ ഒരു ദീർഘവീക്ഷണം. അദ്ദേഹത്തിന് ഏകദേശം 90 വയസ്സ് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു അഭിലാഷമാണ് കേരളത്തിനൊരു പ്രൊഫഷണൽ ഫുട്ബോൾ അക്കാദമി ഹോസ്റ്റൽ. നമുക്ക് അതിനകത്ത് ജിമ്മ്, കുട്ടികൾക്ക് എന്താ പറയുക ഫ്രഷ് ആവാനുള്ള ബാത്റൂംസ് ഫെസിലിറ്റീസ് ആണ്. ഇത് നമ്മുടെ ക്യാൻറ്റീനാണ്. ക്യാൻറ്റീനിലെ കുക്കറിലേക്ക് കാണാം. ക്യാൻറ്റീനൊക്കെ രാവിലെ തന്നെ സജീവമാവൂല്ലേ? രാവിലെ ഇവർക്ക് ഫുഡ് കൊടുക്കണ്ടേ? ഫുഡ് എടുക്കണം. അവർ സ്കൂളിൽ പോകണം. അവർ ട്രെയിനിങ് കഴിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകണം. ഇതാണ് നമ്മുടെ ക്യാൻറ്റീൻ. കൊള്ളം സെറ്റപ്പ് സ്ഥലം. അത് ഞാൻ പറഞ്ഞില്ല, സാറ് ശരിക്കും ഒരു യൂറോപ്യൻ ആ ഒരു മാതൃക പിന്തുടർന്നുകൊണ്ട് തന്നെ ഇവിടെ തന്നെ. ചേട്ടാ നമസ്കാരം, ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലെ ഒരു മോർണിംഗ് ഷോ ആയിട്ട് ഇറങ്ങിയതാ മോർണിംഗ് വൈബ്സ്. കണ്ടിരുന്നോ? രാവിലെ എന്താ പിള്ളേർക്ക് ഉണ്ട്, പിന്നെ ബൂസ്റ്റ് ഉണ്ട്, കടലക്കറിയുണ്ട്, പപ്പടം. അപ്പൊ എന്തായാലും ഇതാണ് കോളേഴ്സിന്റെ ഈ ക്യാൻറ്റീൻ. കുട്ടികൾക്ക് മെസ് എടുക്കുന്ന സ്ഥലമാണ്. അവിടുത്തെ ചേട്ടനാണ് സംസാരിച്ചത്. ഈ ഫുട്ബോളൊക്കെ കളിച്ച് ക്ഷീണിച്ചു വരുന്ന കുട്ടികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അവരുടെ ഒരു ചെറിയൊരു ഓഫീസ്. ഇതാണ് പ്രധാനപ്പെട്ട മെയിൻ ഓഫീസ് അല്ലേ? ഇത് നമ്മളെ ഗസ്റ്റുകൾക്ക് ഹോസ്റ്റലുമായിട്ട് ലീല ഗ്രൂപ്പ് അവര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഓഫീസ് കളികളൊക്കെ വരുമ്പോൾ ഓഫീസായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനെക്കാളിയൊക്കെ ഏറ്റവും കിംസ് കോളേജിലെ താരങ്ങൾക്കായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. അവരെ ഇഞ്ചുറി പറ്റിയാലോ മറ്റുള്ള കാര്യങ്ങൾക്ക് അടിപൊളി. അതിനകത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് അറിയാം. ഒരു അതായത് കിംസ് ഹെൽത്തിന്റെ ഒരു ക്ലിനിക്കാണ്. ഇതാണ് നമുക്ക് ഇവിടെ നോക്കി കാണാം. ജസ്റ്റ് ഇത് ഇവിടെ ഒരു സൗകര്യങ്ങളുണ്ട്. ഇതൊന്ന് തുറന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം. അവർക്ക് എന്തെങ്കിലും പരിക്കൊക്കെ പറ്റിയാൽ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് പ്രൊഫഷണലിസം അല്ലെങ്കിൽ ഈ ദീർഘവീക്ഷണം പറയുന്നത്. നമുക്കറിയാം കിംസ് ഹെൽത്തിന്റെ നോക്കുക, അവരാ ഫ്ലെക്സിബിൾ ഇത് കാണുമ്പോൾ ഇഞ്ചുറി കിടക്കുന്ന കുട്ടികൾക്ക് വീണ്ടും പെട്ടെന്ന് റിക്കവറി ചെയ്യാനുള്ള ഇന്റൻസിറ്റി ഉണ്ടാവും. നമ്മൾ ഫുട്ബോൾ എല്ലാം ഉണ്ട്. അവർക്ക് ശരിക്കും ഒരു ഡ്രീം എന്ന് പറയാം. എന്തായാലും ഒരു ഡ്രീം പ്രൊജക്ട് തന്നെയാണ് ഈ പറയുന്ന പോലെ. പ്രത്യേകിച്ചും ഈ തീരദേശത്തുള്ള കുട്ടികളാണല്ലോ പ്രധാനമായിട്ടും ലക്ഷ്യമിട്ടത്. തീരദേശത്തെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തെങ്കിലും നമ്മൾ പിന്നെ മനസ്സിലാക്കിയത് തീരദേശത്തുള്ള കുട്ടികളെ മാത്രമല്ല, ഇതൊരു ചാരിറ്റി എന്നല്ല, ശരിക്കും പ്രൊഫഷണൽ താരങ്ങളെ മലപ്പുറത്തെ ഗ്രാമങ്ങളിലുള്ള, അതായത് പിന്നോക്ക മേഖലയിൽ നിൽക്കുന്ന SC/ST വിഭാഗങ്ങളിലെ കുട്ടികളെ പോലും പ്രൊമോട്ട് ചെയ്യുന്ന തലത്തിലോട്ട് നമുക്ക് ഉയരാൻ സാധിച്ചതിന് കാരണം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ മാത്യു സാറിന്റെ സപ്പോർട്ടാണ്. മാത്യു സാറിന്റെ ഫാമിലിയുടെയും മാത്യു സാർ അവർക്ക് എങ്ങനെ നന്ദി പറയുന്നത്, അതിനേക്കാൾ ഉപരിയൊക്കെ അതിനോടൊപ്പം തന്നെ നമുക്ക് നന്ദി പറയേണ്ടത് നമ്മുടെ ചെയർമാനായ ചന്ദ്രഹാസ സാറ്, ബാലഗോപാൽ സാറിനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. സാറാണ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എന്താണ് ഒരു ഫിനാൻഷ്യൽ ഒരു എന്താ പറയാ, ഈ റിലയൻസ് ഡെവലപ്മെന്റ് ലീഗ് കളിക്കാൻ പോകുമ്പോൾ നമുക്ക് ഫിനാൻഷ്യലി ഇതില്ല. പക്ഷെ ദൈവദൂതനെ പോലെ മാത്യു സാറിന്റെ ആ റിക്വസ്റ്റ് പിറ്റെന്ന് തന്നെ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ അവർ കളിക്കണം, അവർ കളിച്ച് വരണമെന്ന് പറയാം. ആ മനുഷ്യന്മാരൊക്കെ അങ്ങനെ എഫേർട്ട് എടുക്കുന്ന ആൾക്കാരെ എല്ലായ്പ്പോഴും ഉണ്ടാവില്ല, എപ്പോഴും കിട്ടാനും പാടില്ല. അങ്ങനെയല്ല, നല്ല മനസ്സുള്ളവർ. ഇവിടെ നിന്ന് ഒരു 1000 രൂപ തന്നിട്ട് 50,000 രൂപ തന്നെന്ന് പറയുന്ന ഒരു കൾച്ചറാണ് നമ്മുടെ. അത്രയും രീതിയിലായ കാര്യം ഞാൻ എത്രയും വേദനയോട് പറയാൻ കാരണം, ഈ പാവപ്പെട്ട മനുഷ്യന് പന്ത് കളിച്ചാണ് ജീവിതത്തിൽ എന്തെങ്കിലും നേടിയത്. ആ ഒരു ആൾക്ക് എന്റെ വീട്ടിൽ വിജിലൻസ് എൻക്വയറി വരുന്ന രീതിയിൽ എന്റെ കഴിവോ അല്ലെങ്കിൽ എന്റെ മറ്റുള്ള ക്വാളിറ്റിയോ ഒക്കെ മനസ്സിലാക്കാതെ ഒരു വിജിലൻസ് എൻക്വയറി കൊടുത്തുകൊണ്ട്, അതായത് കുട്ടികളുടെ ഈ നിലവാരവും കോളം ഫിസിക്കലും ഒരു ക്ലബ്ബ് വളർന്നു വരുന്നതിലുള്ള ആ ഒരു എല്ലാവർക്കും ഇത് പൈസ കൊണ്ടാണ് ക്ലബ്ബ് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഇവര്, പൈസ കൊണ്ടാണ് ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യണമെന്നുള്ള തെറ്റായ കൺസെപ്റ്റ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കുട്ടികൾ കളിച്ചു വരുമ്പോൾ ഇവരെ സെവൻസിനും പൈസയ്ക്ക് അടിമകളാക്കി അവരെ യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അതിൽ 1-2 പേരെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ടീമുകളിലൂടെ കയറ്റി വിട്ടുകൊണ്ട് അത് ഞങ്ങളുടെ കഴിവാണെന്നും പക്ഷേ ബാക്കി 90 നശിച്ചു പോയി അത് പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ പോകുന്ന കുറെ ആൾക്കാർ ഈ ഫുട്ബോളിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, KSL പോലെ ഈ സൂപ്പർ ലീഗ് ഒക്കെ വരുമ്പോൾ റിയലി പ്രൊഫഷണലായിട്ട് മാറുന്നു. തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ വരും.
ഇപ്പോൾ പ്രത്യേകിച്ചും നമ്മൾ മലയാളികൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. ഫുട്ബോളിന് വേണ്ടി നമ്മൾ അത്രമാത്രം സമയം ചെലവഴിക്കുന്നതാണ്. കൂടുതൽ ഫുട്ബോൾ അക്കാദമിയിൽ ഇതുപോലെ വരട്ടെ. ഇനി ഏറ്റവും ഒടുവിൽ നമ്മൾ വീണ്ടും ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരത്തിലേക്ക് ഒന്ന് പോകുന്നു. ഇന്നത്തെ ഒരു പ്രതീക്ഷ എന്താണ്? ചെന്നൈയിൻ ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിലെ സ്കോർ കാർഡ് വളരെ ടഫാണ്. കാര്യം മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. കോച്ച് പോലും വളരെ ഒരിക്കലും ഇക്കണോമിക്സ് ഇത്രയും നെഗറ്റീവായിട്ട് ബോഡി ലാംഗ്വേജ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരുമായിട്ട് ഒഡീഷയായിട്ട് നമ്മൾ കളി ജയിക്കുമ്പോൾ തന്നെ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തതിലും ഒരു ബോഡി ലാംഗ്വേജ് അത്രത്തോളം ഇതല്ല. അപ്പൊ അദ്ദേഹം പ്ലേയേഴ്സിന് അത്രത്തോളം മെയിൻ പ്രധാനപ്പെട്ട കളിക്കാർ മാറി നിൽക്കുമ്പോൾ ഒരു കോച്ചസിനുണ്ടാവുന്ന ആ ഒരു ഫ്രസ്ട്രേഷൻസ് മാത്രമല്ല അതിന്റെ ആ പ്ലാനിങ് മൊത്തം തെറ്റിപ്പോകും. അപ്പൊ പലപ്പോഴും പ്ലാൻ ബിയിലൂടെ അദ്ദേഹം ഓവർകം ചെയ്യാറുണ്ട്. കഴിഞ്ഞ 2 കളിയിലും സാധിച്ചില്ല. ചെന്നൈ FC ടഫാണ്. ശരിക്കും ഒരു നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മുടെ ടീമാണ്. അവർ ജയിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പോലും നമുക്ക് യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാതെ വളരെ ടഫായിരിക്കും എന്ന കാര്യം സംശയമില്ല. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ക്ഷമിക്കുക, ടഫാണെന്ന് രാവിലെ പറഞ്ഞതില്ല. എന്തായാലും കോളം FC നിന്നുള്ള വിശേഷങ്ങളാണ് നമ്മൾ മോർണിംഗ് വൈബ്സിൽ പങ്കുവച്ചത്. എന്തായാലും വൈകിട്ട് 6:30 ന്യൂസ് 18 മത്സരം ആരംഭിക്കും. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ചെന്നൈയിൻ FC പോരാട്ടം തത്സമയം കാണണം. അതിഥികളുണ്ടാകും. വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും ചേരാം. തൽക്കാലം മോർണിംഗ് വൈബ്സിയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ വീണ്ടും കാണാം. നമസ്കാരം.